ഈ ഫോറൻസിക് മെഡിസിൻ പ്രത്യേകത ഇറ്റ് ഇസ് എ നോൺ കോംപ്രമൈസബിൾ സബ്ജക്ട്. സൗമ്യ കേസിലെ പ്രതിയായ ഗോവിന്ദചാമി, ആ സ്ത്രീ കയ്യിൽ തൊട്ടപ്പം മുതൽ ഹി ഹാഡ് ഇറക്ഷൻ. ലൈംഗിക ആസക്തി വളരെ കൂടുതലുള്ള ഒരു ഇനം മനുഷ്യരാണ്. ഒറ്റ കഴിയുന്ന ഒരാൾ എങ്ങനെ കല്ലെടുത്തടിക്കുന്നു, എങ്ങനെ ഈ ലേഡിയെ പൊക്കുന്നു. ഈ മുഹസീനെ പോലുള്ള കേസുകൾ ഒരു ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷനിലൂടെ മാത്രം പുറത്തു വരുന്ന ഒരു സംഭവമാണ്. കൾച്ചറൽ ക്യാപിറ്റൽ ആയ നമ്മൾ തൃശ്ശൂരിൽ അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട് ഒരു സ്ത്രീ മരിക്കാനിടയായി. 37 വയസ്സ് വരെ കണ്ടിന്യൂവസ് പ്രസവങ്ങളാണ്. 8 പ്രസവം. തന്റെ ഭാര്യയുടെ ശരീരം മറ്റ് ഡോക്ടർമാർ കാണരുത്. കുട്ടി മരിച്ച ആ സ്ത്രീ വീട്ടിൽ കിടന്ന് ഏകദേശം 1.5 മാസത്തോളം വീട്ടിൽ കിടന്ന് ചികിത്സ ലഭിക്കാതെ നമ്മുടെ കേരളത്തിൽ മരിക്കുന്നു. ഇത് പ്രിവെന്റബിൾ ഡെത്ത് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വളരെ സീരിയസ് ആയിട്ട് ഇമോഷണൽ ആയിട്ടും സംസാരിക്കുന്നത്. ഭർത്താവ് തന്നെ പ്രസവമെടുത്ത് മരിച്ച കുട്ടിയുടെ മരണകാരണം ഇന്നും വ്യക്തമല്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ കുട്ടിയെ കൊന്നു. ഏറ്റവും മൃഗീയമായിട്ടുള്ള ഒരു ഡെത്താണ്. ജോലി തേടി കേരളത്തിലെത്തിയ ഒരു അന്യസംസ്ഥാന തൊഴിലാളി. ഏകദേശം 13-15 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് നമ്മളുടെ കേരളീയർ പ്രബുദ്ധരാവുന്നില്ല? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ലോ ഇസ് നോട്ട് എ സയൻസ്. 1% കേസുകളിൽ ചിലപ്പോൾ പോലീസ് പ്രതിസ്ഥാനത്ത് നിൽക്കും, അവർക്ക് തെളിവുകൾ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പോലീസ് വിചാരിക്കുന്നത് അവൻ മനഃപൂർവ്വം ക്രൈം മറച്ചു വെക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന്. ശാസ്ത്രീയത മനസ്സിലാക്കാൻ നമ്മളെ പോലീസിന് സാധിച്ചില്ല. അതുകൊണ്ട് പോലീസ് അവനെ മർദ്ദിച്ചു. ഒരു ഫോറൻസിക് ഡോക്ടർക്ക് പോയി അനസ്തേഷ്യ കൊടുക്കാൻ പറ്റില്ല. ഒരു അനസ്തറ്റിസ്റ്റ് വന്നിട്ട് ഒരിക്കലും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കില്ല. മാനസിക അസ്വസ്ഥത ഉള്ള ആളുകൾ, മാനസിക രോഗമുള്ള ആളുകളെയും വൈകല്യമുള്ള ആളുകളെയും രണ്ടായിട്ട് കാണും. ഒട്ടിസം ബാധിച്ചതും മറ്റു മെന്റലി റിട്ടാർഡ് ആളുകളും പക്ക മാനസിക ഷിസോഫ്രീനിയായ ആളുകളെയും ഒരുമിച്ച് താമസിപ്പിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ അഭിഷേക് പി അജയ്. ഞാൻ ഡോക്ടർ ദിൽജിത്ത് സലേഷ്. ആൻഡ് വെൽക്കം ടു റൂട്ട്സ് ആൻഡ് റൂട്ട്സ് പോഡ്കാസ്റ്റ് സീരീസ്. 10,000-ഓളം പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ഡെക്കാൻ ക്രോണിക്കിൾ പോലും വിസിൽ ബ്ലോവർ എന്ന് വിശേഷിപ്പിച്ച, സമൂഹത്തിൽ ഇതുവരെ അറിയാത്ത ഒരുപാട് കേസുകൾ വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന, നിലവിൽ തൃശൂർ ഫോറൻസിക് വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ ഹിതേഷ് ശങ്കറാണ് ഇന്ന് നമ്മോടൊപ്പം റൂട്ട്സ് ആൻഡ് റൂട്ട്സ് പോഡ്കാസ്റ്റ് സീരീസിലുള്ളത്. വെൽക്കം സർ. താങ്ക് യു. സാധാരണക്കാര് വളരെ ഇമോഷണലി വീക്കായി പോകുന്ന ഒരു ടോപ്പിക്കാണ് മരണം, പേടി അല്ലെങ്കിൽ വിഷമം, അങ്ങനെ ഒരുപാട് ഇമോഷൻസ്. ഒരു ഫോറൻസിക് സർജൻ ഇത്തരം ഇമോഷൻസിന് അതീതരാണോ? ഒരിക്കലല്ല. ഫോറൻസിക് സർജന് മറ്റു മനുഷ്യന്മാർക്കുള്ള എല്ലാ വികാരങ്ങളും ഫോറൻസിക് സർജനുമുണ്ട്. പക്ഷേ ഫോറൻസിക് സർജന്റെ ഉത്തരവാദിത്ത ബോധം അത് ഇമോഷണലിന് അതീതമായി പ്രവർത്തിക്കാൻ അയാളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഒരു ഫോറൻസിക് ഡോക്ടർ മോർച്ചറിയിൽ കേസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മെഡിക്കോ ലീഗൽ ഇഷ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ജീവനുള്ളതും മരിച്ചതുമായ ആളുകളെ പരിശോധിക്കാനും അതിന്റെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും ഫോറൻസിക് ഡോക്ടറിന്റെ ഉത്തരവാദിത്തമാണ്. അതുവഴി കണ്ടെത്താൻ പോകുന്നത് ആ നടന്ന ക്രൈമിന്റെ സത്യമാണ്, അല്ലെങ്കിൽ ആ ക്രൈമിലേക്ക് പോലീസിന് വെളിച്ചം വീശുന്ന തെളിവുകളാണ്. ആ സത്യം കണ്ടെത്തുന്ന ആ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ, അതൊരു സയന്റിഫിക് എക്സാമിനേഷന്റെ ഭാഗമാകുമ്പോൾ ഒരിക്കലും അത് ഇമോഷൻ ആയിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കില്ല. ആ ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. അത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് കൂടുതൽ തലത്തിലേക്ക്, അത് കൂടുതൽ ആ ക്രൈം ഒരിക്കലും ഇനി സമൂഹത്തിന് ഉണ്ടാവരുത്, അല്ലെങ്കിൽ ആ ക്രൈം വ്യക്തമായ തെളിവോടുകൂടി ഒരാളെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കണം. ആ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവുമ്പോൾ നാച്ചുറലി ആ ഇമോഷൻസിൽ നിന്നും നമ്മൾ മാറി സഞ്ചരിക്കും. പക്ഷേ ഇങ്ങനെ ഇമോഷണൽ ആയി പോയിട്ടുള്ള ഏതെങ്കിലും ഇൻസ്റ്റൻസസ്, എന്തെങ്കിലും കേസുകൾ ഉണ്ടായിട്ടുണ്ടോ സാറിന്? ഞാൻ പറഞ്ഞതുപോലെ ഇമോഷനായി പോവല്ല, കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ട കേസുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല അനാചാരങ്ങളുടെയും അല്ലെങ്കിൽ പല കുറ്റകൃത്യങ്ങളുടെയും കണ്ണാടിയാണ് മോർച്ചറി എന്ന് പറയുന്നത്. സമൂഹത്തിന്റെ കണ്ണാടിയായിട്ട് കാണാവുന്ന ഒരു സംവിധാനമാണ് മോർച്ചറി. അവിടെ വരുന്ന കുട്ടികളുടെ മരണം, കുട്ടികളുടെ കൊലപാതകങ്ങൾ, നെഗ്ലക്റ്റ് മരണങ്ങൾ, അതായത് ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം ആയിട്ടോ ജനിച്ചു വന്ന ഒരു കുട്ടിയെ മാതാപിതാക്കൾ പരിരക്ഷ കൊടുക്കാതെ അല്ലെങ്കിൽ വേണ്ടത്ര ചികിത്സ കൊടുക്കാതെ മരണത്തേക്ക് തള്ളിവിടുന്ന സംഭവങ്ങൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ. നമ്മുടെ കേരളം നല്ല പ്രബുദ്ധരാണെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ആളുകളെ തല്ലിക്കൊല്ലുന്നു. അത്തരം സംഭവങ്ങൾ നമുക്ക് 1-2 ഇൻസ്റ്റൻസ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായ, വാളയാറിലുണ്ടായ സംഭവം, മധുവിന്റെ കൊലപാതകങ്ങൾ, പിന്നെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന പ്രവണതകൾ. ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ ഏതൊരു മനുഷ്യനെ പോലെ ഒരു ഫോറൻസിക് ഡോക്ടറായ എനിക്കും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ, വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ വിഷമമൊന്നും, അത്തരം ഇമോഷൻസിനൊന്നും ഞാൻ സാധാരണഗതിയിൽ അതിന് സ്ഥാനം കൊടുക്കാറില്ല.
ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് അതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് കൂടുതൽ വ്യക്തമായി അത് കോടതിയുടെ മുന്നിൽ എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കാറ്. ഞാൻ സാധാരണഗതിയിൽ ജോലി സ്ഥലത്ത് വെച്ച് തന്നെ അവസാനിപ്പിച്ച് പോരുന്ന ഒരു പതിവാണ് എനിക്കുള്ളത്. അതായത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം സമയം 9 മണി മുതൽ 7 മണി വരെയാണ് തൃശ്ശൂർ മാത്രം. ആ സമയത്തിനുള്ളിൽ എൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തുകൊണ്ട് ഞാൻ വീട്ടിൽ വരുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊപ്പം സമയം ചെലവാക്കണം, ഫാമിലി മെമ്പേഴ്സിനൊപ്പം സമയം ചെലവാക്കണം, എൻ്റെ ഇഷ്ടപ്പെട്ടവരൊപ്പം സമയം ചെലവാക്കണം, ഇതിനെല്ലാം ഞാൻ സമയം കണ്ടെത്താറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ആ ഇമോഷനിൽ നിന്നുകൊണ്ട് ജീവിതം ആ ഒരു രീതി മാത്രമായിട്ട് പോകുന്ന വ്യക്തിയല്ല ഞാൻ. കൂടാതെ മുഹസിന കേസ് നിങ്ങൾക്ക് അറിയാം. നമ്മളുടെ ഒരു പ്രസവ പരിരക്ഷ കിട്ടാതെ ഒരു ലേഡി ആരോഗ്യപരമായി വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത്, കൾച്ചറൽ ക്യാപിറ്റൽ ആയ നമ്മുടെ തൃശ്ശൂരിൽ അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട് ഒരു സ്ത്രീ മരിക്കാനിടയായി. ഇത്തരം കേസുകൾ, ഈ മുഹസിനെ പോലുള്ള കേസുകൾ ഒരു ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷനിലൂടെ മാത്രം പുറത്തു വരുന്ന ഒരു സംഭവമാണ്. അത് പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ പരിമിതികളുണ്ട്. അപ്പോൾ ഒരു ഫോറൻസിക് ഡോക്ടർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന, സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേസിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ പ്രസവ രക്ഷ കിട്ടാതെ മരണപ്പെട്ട ലേഡിയുടെ കാര്യം. വീട്ടിലെ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ച ഈ കേസിനെ പറ്റി സാർ ഇപ്പൊ പറഞ്ഞല്ലോ. അന്ധവിശ്വാസങ്ങൾ കാരണം ഉണ്ടാകുന്ന ഇത്തരം മരണങ്ങൾ കേരളത്തിലാണ് എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ആ സംഭവത്തെ കുറിച്ചൊന്ന് വിവരിക്കാമോ? തീർച്ചയായും. നമുക്കറിയാം, കേരളം ആരോഗ്യ രംഗത്ത് വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. മറ്റുള്ള ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. കാരണം കേരളത്തിന്റെ പഴയ ഹിസ്റ്ററി എടുത്താൽ നമുക്കറിയാം. ഒരു പബ്ലിക് ഹെൽത്ത് സെന്റർ എന്നുള്ളൊരു കൺസെപ്റ്റ് വളരെ ഫലപ്രദമായി ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടെങ്കിലും കേരളത്തിൽ വളരെ ഫലപ്രദമായി തന്നെ നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഈ ഹെൽത്ത് സെന്ററിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർക്കും ആശാവർക്കർമാരെ പോലെയുള്ള ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ്, ആശാവർക്കർമാർ, ഇവർക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിൽ അവർക്ക് അവരുടെ ജുറിസ്ഡിക്ഷനിൽ എല്ലാ ദിവസവും വീട്ടിൽ പോയി രോഗികളെ കാണാനും രോഗികളെ അവിടെ നിൽക്കുന്ന ഹെൽത്ത് ഇഷ്യൂസും അതെല്ലാം യഥാവിധി റിപ്പോർട്ട് ചെയ്യാനും അതിന് പരിഹാരം കാണാനും നമുക്കുള്ള സിസ്റ്റം നമുക്കുണ്ട്. ആ സിസ്റ്റത്തിന്റെ ഒരു ഫെയിലിയർ ആയിട്ട് വേണം നമുക്കിതിനെ കാണാൻ. കാരണം ഒരു ലേഡി 22 വയസ്സിൽ വിവാഹം കഴിയുന്നു, 37 വയസ്സ് വരെ കണ്ടിന്യൂവസ് പ്രസവങ്ങളാണ്. 8 പ്രസവം. ഈ സ്പേസിങ് ഇല്ലാത്തത് തന്നെ ഒരു പ്രശ്നമാണ്. റിപ്പീറ്റഡ് പ്രഗ്നൻസി. അവർക്ക് പഞ്ചസാരയുടെ ഡയബറ്റിക് ഉള്ള ഒരു ലേഡി. ഇത്തരം ലേഡികൾക്ക് പ്രത്യേകം അറ്റൻഷൻ വേണ്ടതാണ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്ന WHO കണക്ക് പ്രകാരം 700ഓളം സ്ത്രീകൾ പ്രസവ സംബന്ധമായി ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്നു. വേൾഡ് വൈഡ് കണക്കാണ്. പക്ഷെ കേരളത്തിലും ആന്ധ്രാപ്രദേശിലുമാണ് ഈ MMR മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറവായിട്ടുള്ളത്. 1,30,000 പേരാണ്. ആലോചിക്കണം. എന്നിട്ട് അത്രത്തോളം സീരിയസ് ആയിട്ടൊരു വിഷയം. ഈ മെറ്റേണൽ മോർട്ടാലിറ്റിയുടെ പ്രധാന കാരണങ്ങളിൽ ഇൻഫെക്ഷനും ഹൈപ്പർ ടെൻഷനും ഒക്കെ തന്നെയാണ്. അത്തരം കാര്യങ്ങൾ നിലവിൽ നിൽക്കെ അത് ആരോഗ്യ ബോധ്യം വളരെ കൂടുതലുള്ള സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഈ ലേഡി അൺഅറ്റൻഡ് ആയി പോയി എന്നുള്ളതാണ് ചർച്ചയാക്കേണ്ടത്. അത് നമ്മളുടെ ആരോഗ്യരംഗത്തെ ഒരു സിസ്റ്റത്തിന്റെ ഒരു ഫെയിലിയറാണ്. ഒപ്പം ഈ ലേഡി 37 വയസ്സ് വരെ ഏകദേശം 15 കൊല്ലത്തോളം അവിടെ ചാവക്കാട് എന്നുള്ള ഒരു പ്രദേശത്ത് ജീവിക്കുകയാണ്. പ്രസവങ്ങളെല്ലാം അവസാന സമയത്ത്, ചില പ്രസവങ്ങളൊക്കെ അവസാന സമയത്ത് ഭർത്താവ് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നുണ്ട്. കൈവിട്ട് മരണത്തിലേക്ക് നയിക്കുന്ന സമയത്ത് എങ്ങനെയോ ആരുടെയോ കൃപ കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു. അവസാനത്തെ പ്രസവം ആവുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ അന്ധവിശ്വാസം കൂടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം തൻ്റെ ഭാര്യയുടെ ശരീരം മറ്റ് ഡോക്ടർമാർ കാണരുത് എന്നും, ഒപ്പം മോഡേൺ മെഡിസിൻ പോരാ, മോഡേൺ മെഡിസിൻ ശരിയല്ല എന്നുള്ള ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ അക്വാപങ്ക്ചർ പോലെയുള്ള അശാസ്ത്രീയമായ ഒരു പരിചരണം ലേഡിക്ക് കൊടുക്കുകയും പ്രസവം അദ്ദേഹം തന്നെ എടുക്കുകയും കുട്ടി മരിക്കുകയും ചെയ്തിരിക്കുന്നു. കുട്ടി മരിച്ച ആ സ്ത്രീ വീട്ടിൽ കിടന്ന് ഏകദേശം 1.5 മാസത്തോളം വീട്ടിൽ കിടന്ന് ചികിത്സ ലഭിക്കാതെ നമ്മുടെ കേരളത്തിൽ മരിക്കുന്നു. മരണസമയത്ത് പഴുത്ത് ശരീരം മുഴുവനും, ദേഹമാസകലം പഴുത്ത് ശരീരം മുഴുവനും ശരീര അവയവങ്ങളിലേക്ക് ബാധിച്ച്
അവസാന സമയത്താണ് അവർ തൃശ്ശൂരുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്നത്, മരണത്തിന് കീഴടങ്ങുന്നു. ഇത് പ്രിവെന്റബിൾ ഡെത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വളരെ സീരിയസ് ആയിട്ട് ഇമോഷണൽ ആയിട്ടും സംസാരിക്കുന്നത്. ഇതിൽ ഇമോഷൻസ് ഉണ്ട്. ഒരു സ്ത്രീ മരിക്കാൻ പാടില്ലാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ പരിചരിക്കുന്നവർ ഉണ്ട് ഉള്ള സംസ്ഥാനത്ത്, ആവശ്യത്തിന് പരിചാരകർ നമുക്കുണ്ട്, നമുക്കിവിടെ പരിചരിക്കാൻ ആളുകളുണ്ട്. ഒപ്പം നമ്മുടെ ജനനിബിഡമായ ഒരു സംസ്ഥാനമാണ്. തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്. ഇത് UP-യോ ബീഹാറോ ഒന്നുമല്ല. എന്തുകൊണ്ട് ആളുകൾ ഇടപെടുന്നില്ല? ഒരു ഹെൽത്ത് ഇഷ്യൂസിൽ ഒരു ലേഡി, ഇത്തരം ഒരു സംഭവം അവിടുത്തെ ജനങ്ങൾ അറിയാതിരിക്കുന്നില്ല. പക്ഷെ ഇടപെടാനുള്ള ഇപ്പൊ മോഡേൺ എന്താ പറയുക, ന്യൂജൻ എന്നുള്ളൊരു കൺസെപ്റ്റ് പ്രകാരമാണോ ആൾക്കാർ ഇടപെടാതെ, അതുപോലെ തന്നെയാണ് ആൾക്കൂട്ട കൊലപാതകങ്ങളും. ആൾക്കാർക്ക് നോ എന്ന് പറയണം, അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരോ അതോ അവിടുത്തെ പോലീസുകാരോ അതോ സാധാരണ ജനങ്ങളോ സമയം കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ മുഹസീന ഒരു ബിരുദധാരിയാണെന്ന് കൊണ്ട് ആലോചിക്കണം. ഒരു ബിടെക് ബിരുദധാരിയാണ്. 8 കുഞ്ഞുങ്ങളിൽ 4 കുഞ്ഞുങ്ങൾ ആൺകുട്ടികൾ, അവർ ജീവിച്ചിരിപ്പുണ്ട്. 3 മരിച്ചതും പെൺകുട്ടികളാണ്. അവസാനത്തെ മരണം കുട്ടി, ഇദ്ദേഹം തന്നെ, ഭർത്താവ് തന്നെ പ്രസവമെടുത്ത് മരിച്ച കുട്ടിയുടെ മരണകാരണം ഇന്നും വ്യക്തമല്ല. എക്സ്യൂം ചെയ്യാൻ വേണ്ടി പോലീസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മെല്ലെപ്പോക്ക് നയമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതും ഒരു റൈറ്റ് ടു നോ ദ കോസ് ഓഫ് ഡെത്ത്, അത് ഒരു പൗരന്റെ അവകാശമാണ്. ഇന്ത്യയിൽ ജീവിച്ച ഓരോ പൗരനും എൻ്റെ അവകാശമാണ് റൈറ്റ് ടു നോ ദ കോസ് ഓഫ് ഡെത്ത്. പക്ഷെ ഈ കുട്ടിയുടെ മരണകാരണം ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു. അതുപോലെ തന്നെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മൃഗീയമായിട്ടുള്ള ഒരു ഡെത്താണ്. അത്രയും വേദനയും അത്രയും ടോർച്ചർ അനുഭവിച്ചിട്ടുള്ള ഒരു ഡെത്ത്. അങ്ങനെയുള്ള കേസുകളിൽ സാറിന്റെ അനുഭവം ഒന്ന് വിവരിക്കാം. ആൾക്കൂട്ട കൊലപാതകം വാളയാർ നടന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ നമ്മുടെ കേരളീയർ, പ്രബുദ്ധരായ കേരളീയർ, വീണ്ടും പറയട്ടെ, നമ്മൾക്ക് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു സംഭവമാണ്. ജോലി തേടി കേരളത്തിലെത്തിയ ഒരു അന്യസംസ്ഥാന തൊഴിലാളി, അദ്ദേഹം കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു കൂട്ടം ജനങ്ങൾ തച്ചുകൊല്ലുന്നു. ഇത് നമുക്ക് മുന്നൊന്നും കേട്ട് പരിചയമില്ലാത്തൊരു സംഭവമാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മളുടെ ജനങ്ങളുടെ മനസ്ഥിതി അങ്ങോട്ട് മാറിപ്പോകുന്നു? അല്ലെങ്കിൽ ഈ ആൾക്കൂട്ടം എന്ന് പറയുന്ന ഈ ജനവിഭാഗങ്ങൾ ഏകദേശം 13-15 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതുമായി ബന്ധപ്പെട്ട് ഇത്തരം ജനങ്ങൾ ഒരേ മനസ്സോടുകൂടി, കൂട്ടായി ഒരേ മനസ്സോടുകൂടി ഒരു പ്രവൃത്തി ചെയ്യുക. അതിൽ ഒരാൾ പോലും ഒന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവൻ അടിക്കരുത്, അത് ശരിയല്ല. എന്തുകൊണ്ട് നമ്മളുടെ കേരളീയർ പ്രബുദ്ധരാവുന്നില്ല? ഇത്തരം കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരു ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷനിലൂടെ കഴിയൂ. ഒരു ഫോറൻസിക് ഡോക്ടർക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഇത് ശരിയല്ല, ഇയാളെ മരിച്ചത് ഇത്തരം കൊലപാതകം. കാരണം എന്താ ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം അന്യസംസ്ഥാന തൊഴിലാളിയാണ്, ആരോരുമില്ലാത്തൊരുത്തനാണ്. അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നവരും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഒക്കെ വളരെ കുറവേ ഉള്ളൂ. ഒരു വിപ്ലവം നടത്താനുള്ള ഒരു ശേഷിയൊന്നും അയാൾക്കില്ല. വേറെ ഉത്തരാഖണ്ഡ് സ്വദേശി, അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് ആളുകൾ ഉണ്ടാവില്ല. പോലീസുകാർക്കും അതൊരു കേസ് ആയി മാറുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളുടെ ജനങ്ങൾ തന്നെയാണ്, കേരളീയരാണ് പ്രതികൾ. അപ്പൊ അത്തരം ഒരു ഡെലിക്കേറ്റ് സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷൻ, ആ മർദ്ദനം പോലെ മരണമടഞ്ഞത് നമ്മുടെ കേരളത്തിൽ ഒരിക്കലും സംഭവിക്കരുത്. അല്ലെങ്കിൽ ക്രൈം ആര് ചെയ്താലും അത് ക്രൈമായി തന്നെ കാണണം. അതിനുള്ള തെളിവുകൾ ശേഖരിക്കാനും അത് കോടതിയുടെ മുന്നിൽ എത്തിക്കാനും ജുഡീഷ്യറി സിസ്റ്റം ഉണ്ട് നമുക്ക്. അത് എത്തിക്കാനും ഉള്ള ഉത്തരവാദിത്വം ഒരു ഫോറൻസിക് ഡോക്ടറുണ്ട്. ആ ഉത്തരവാദിത്വമാണ് ഞാൻ ഈ 2 കേസിലും ഞാൻ കാണിച്ചത്. ഇതുപോലെ നിരവധി കേസുകൾ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും പലപ്പോഴും ആരോരും ഇല്ലാത്ത ആളുകൾ, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകളില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ, ആരും കേൾക്കാൻ പോലീസ് കൂട്ടാക്കാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ സമൂഹം തന്നെ അവർ പറയുന്നതൊന്നും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സംഭവം, അങ്ങനത്തെ അത്ര സംഭവം ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്തരം ആളുകളുടെ നാവായിക്കൊണ്ടാണ് ഞാൻ പലപ്പോഴും എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കാറ്. ഫോറൻസിക് സർജൻ എന്നാൽ പോലീസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഡോക്ടർ എന്നൊരു പൊതുബോധം നിലവിലുണ്ട്. അതുകൊണ്ടാണല്ലോ പോലീസ് സർജൻ എന്ന പേര് പോലും. പോലീസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഉപരി ഒരു ഫോറൻസിക് സർജന് സമൂഹത്തിലുള്ള റോൾ എന്താണ്? ഈ പോലീസ് സർജൻ എന്നുള്ള പേര് ശരിക്കും ഒരു മിസ്നോമറാണ്. ഹോം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി,
അതായത് ഹോം അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നത് കൊണ്ടാണ് പോലീസ് സർജൻ എന്ന് പറയുന്നത്. അങ്ങനെ ഹോം അഫയേഴ്സ് ചെയ്യുന്ന ഡോക്ടർമാരെയാണ് പോലീസ് സർജൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ഡെസിഗ്നേഷൻ നല്ലതുമാണ്, അതേപോലെ തന്നെ അതൊരു ചില സിറ്റുവേഷനിൽ അത് ജനങ്ങളുടെ മനസ്സിൽ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒന്നും കൂടിയാണ്. പോലീസിന് അപ്പുറത്ത് ഈ പോലീസ് പറയണത് അപ്പാടി ചെയ്യുന്ന ഒരാളാണ് പോലീസ് സർജൻ എന്നൊരു തോന്നൽ ഈ പേരുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാം. പോലീസിന് വേണ്ടി ജോലി ചെയ്യുന്നതല്ല ശരി. പോലീസിന് കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിൽ സഹായിക്കുന്ന, വ്യക്തമായി അത് തെളിവുകൾ കണ്ടെത്തുന്ന, അതൊരു കൊലപാതകമാണോ അല്ലയോ എന്ന് വ്യക്തതയോടുകൂടി ശാസ്ത്രീയമായി പറയാവുന്ന കഴിവുള്ള ഒരാളാണ് ഫോറൻസിക് ഡോക്ടർ. ഓരോ കേസുകളും ഡിഫറെൻ്റ് ആയിട്ടാണ് ഫോറൻസിക് ഡോക്ടർ കാണുന്നത്. അപ്പൊ പോലീസ് കൊണ്ടുവരുന്ന പല കേസുകളും സാധാരണഗതിയിലുള്ള മരണങ്ങളാവാം, അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ മരണകാരണം വ്യക്തമാവാത്ത കാര്യങ്ങളാവാം. പക്ഷെ അത്തരം കാര്യങ്ങൾ ശാസ്ത്രീയമായി മരണകാരണത്തിലേക്ക് എത്തണം. ഒപ്പം ശാസ്ത്രീയമായി അത് ഫൗൾ പ്ലേ ഉണ്ടോ എന്ന് അറിയണം. നമ്മുടെ BNSS, ഭാരതീയ ന്യായ സുരക്ഷാ സംഹിത എന്ന് പറയുന്ന ഇപ്പോഴത്തെ നിയമ രീതി, ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടുന്ന രീതിയാണത്. അതിൽ 194 സെക്ഷൻ ആൻഡ് 196 സെക്ഷൻ എന്നിവയാണ് ഡെത്തുമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന്റെ ബന്ധപ്പെട്ട സെക്ഷൻസ്. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഈ ഫൗൾ പ്ലേ സസ്പെക്റ്റഡ് ബോഡി ഷാൽ ബി ഫോർവേഡ് ടു എ ഗവൺമെന്റ് ഡോക്ടറാണ്, ഒരു സിവിൽ സർജൻ ഓർ എനി അതർ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ദ ഗവൺമെന്റ്. ഡോക്ടർക്ക് അത് ബോഡി എക്സാമിൻ ചെയ്യാൻ പോലീസിന്റെ അല്ല, അത് ബോഡി എക്സാമിൻ ചെയ്ത് ബോഡിയിൽ നിന്നും തെളിവുകൾ ശേഖരിക്കേണ്ട ഉത്തരവാദിത്യം നമ്മളുടെ നിയമം കൊടുത്തിരിക്കുന്നത് ഫോറൻസിക് ഡോക്ടർക്കാണ്. അതുകൊണ്ടാണ് ഹോം അഫയേഴ്സുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് പോലീസ് സർജൻ എന്ന് പറയുന്നത്. ഒപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ലോ ഈസ് നോട്ട് എ സയൻസ്. ലോ ഹാസ് നോ സയന്റിഫിക് ഗ്രൗണ്ട് ആൻഡ് ലോ ഡിപ്പെൻഡ്സ് അപ്പോൺ ടു മെനി അതർ സയൻസസ് ടു ഫോം ആൻ ഒപ്പീനിയൻ. നമുക്കറിയാലോ, ലോ ജസ്റ്റ് റെഗുലേറ്റ് ദ കണ്ടക്ട് ഓഫ് എ പേഴ്സൺ. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു സെക്ഷൻസ് എഴുതി വയ്ക്കുന്നു. ആ സെക്ഷൻ തെറ്റിച്ച ഡോക്ടർ പോലീസുകാർ കേസ് എടുക്കുന്നു, കോടതിയുടെ മുന്നിൽ കൊണ്ടുവരുന്നു. അത്തരം സംഭവങ്ങൾക്കാണ് ലോ. അത് എങ്ങനെ തെറ്റിക്കുന്നു, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത് ചെയ്തത്, ആ സാഹചര്യം എന്താണ്, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ എന്തൊക്കെയാണ്, ഇത് എപ്പോ ചെയ്തു, ആര് ചെയ്തു, എങ്ങനെ ചെയ്തു, ഇതെല്ലാത്തിനും ഉത്തരം കണ്ടെത്താൻ ഇറ്റ് ഈസ് ഓൺലി ബൈ ഫോറൻസിക് മെഡിസിൻ. അതുകൊണ്ടാണ് ഹോം അഫയേഴ്സുമായി ബന്ധപ്പെട്ടത് കൊണ്ട് ഉത്തരവാദിത്വം, ഒരു ഫോറൻസിക് ഡോക്ടർ ഉത്തരവാദിത്വം പോലീസിനോടല്ല, സ്റ്റേറ്റിനോടാണ്. ഞങ്ങൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ സ്റ്റേറ്റിന്റെ ഒരാളായി മാറാണ്. അതായത് ഒരിക്കലും കറപ്ഷൻ തൊട്ട് തീടാൻ പാടില്ലാത്ത ഒരു മേഖലയാണ് ഫോറൻസിക് മെഡിസിൻ. എപ്പോഴും സത്യാന്വേഷിയാണ് ഒരു ഫോറൻസിക് ഡോക്ടർ. അതിൻ്റെയുള്ള വിഘാതങ്ങൾ എന്തുമായിക്കോട്ടെ, അതിലെല്ലാം 25 കൊല്ലമായി ഞാൻ ഈ ജോലി ചെയ്ത് തുടങ്ങിയിട്ട് ഇന്ന് വരെ എനിക്ക് അങ്ങനെ തടസ്സം നേരിട്ടിട്ടില്ല. നേരിട്ട തടസ്സങ്ങളൊക്കെ തട്ടി മാറ്റാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ആ ഉദ്ദേശം അതായതുകൊണ്ട് മാത്രമാണ്. അത് സത്യമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് കോടതിയുടെ മുന്നിൽ കൊണ്ടുവരണം. ആ പ്രതിയാണെങ്കിൽ പ്രതിയാണെങ്കിൽ അയാൾക്ക് അറിയിക്കുന്ന ശിക്ഷ കിട്ടണം. ഒപ്പം തന്നെ പ്രതി അല്ലെങ്കിൽ അയാൾ നിരപരാധിയാണ്. നമ്മളുടെ ഇന്ത്യൻ ലോ വിഭാവനം ചെയ്യുന്നത് അങ്ങനെയാണ്. അത് ചിലപ്പോൾ അതിൽ ക്രിറ്റിസിസം ആവശ്യമുള്ളൊരു മേഖലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരാൾ ശിക്ഷിക്കാൻ സാധിക്കൂ. തെളിവുകളുടെ അപര്യാപ്തത ഉണ്ടാവാൻ പാടില്ല ഓരോ കേസിലും. ഒപ്പം തന്നെ അത് ഇല്ല എങ്കിൽ അത് ഇല്ല എന്ന് പറയാനുള്ള ധൈര്യവും ഫോറൻസിക് ഡോക്ടർക്ക് കാണിക്കണം. അങ്ങനെ അയാളുടെ നിരപരാധിത്വം തെളിയിക്കാനും ഈ ഫോറൻസിക് പരിശോധന കൊണ്ട് സാധിക്കും. സാധാരണ ഒരു പൊതുമണ്ഡലത്തിലൊരു വിചാരമുണ്ട്, ഫോറൻസിക് ഡോക്ടർ പോസ്റ്റ്മോർട്ടം ഡോക്ടറാണെന്ന്. പോസ്റ്റ്മോർട്ടം മാത്രമാണ് ഫോറൻസിക് ഡോക്ടറുടെ ജോലിയെന്ന്. ഫോറൻസിക് ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഒരു സിംഹഭാഗവും ജോലിയും പോസ്റ്റ്മോർട്ടം സംബന്ധമായ ജോലികൾ തന്നെയാണ്. അതുമായിട്ടുള്ള കേസ് സംബന്ധമായ കാര്യങ്ങൾ തന്നെയാണ്. ഒപ്പം ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പരിശോധനകളും ഫോറൻസിക് ഡോക്ടർ ചെയ്യുന്നുണ്ട്. ഒരു മുറിവിന്റെ പ്രശ്നങ്ങൾ
അറ്റംപ്റ്റഡ് ടു മർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത്തരം കേസുകൾ വരുമ്പോൾ ആ മുറിവിലിന്റെ പ്രത്യേകതകൾ കണ്ടുപിടിക്കാൻ അതിൽ തെളിവുകൾ ശേഖരിക്കേണ്ടി വരും. ചില ആക്സിഡന്റ് കേസുകൾ വയസ്സ് നിർണ്ണയിക്കുക, ഇത്തരം സെക്സ് നിർണ്ണയിക്കേണ്ടി വരും. അങ്ങനെ ഫോറൻസിക് ഡോക്ടറുടെ ഉത്തരവാദിത്വം ഈ നിയമപരമായിട്ട് മരിച്ചവരിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, ജീവിച്ചിരിക്കുന്നവരിലും ഫോറൻസിക് മെഡിസിനിലെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒപ്പം സമൂഹത്തിലും ആ അതേ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ തന്നെ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയ കമ്മ്യൂണിറ്റി ഫോറൻസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോറൻസിക് മെഡിസിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി, അത് മഞ്ചേരിയിൽ ഹൗസ് സർജൻസിനെ കൊണ്ട് ഞങ്ങളത് വളരെ നന്നായി ചെയ്യാൻ നമുക്ക് സാധിച്ചു. അതിൽ ചർച്ച ചെയ്യപ്പെട്ടത് അഡോളിസെന്റ് ഡെത്തുകളെ കുറിച്ചായിരുന്നു. നമുക്കറിയാവോ, ഈ കൗമാരക്കാർ വളരെയധികം ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ചൂഷണം ചെയ്യാൻ ഇൻ ദ സെൻസ് സോഷ്യൽ മീഡിയയുടെ ചൂഷണം, ഡ്രഗിന്റെ ഈ പീർ ഗ്രൂപ്പിന്റെ ചൂഷണം, വീട്ടുകളിലെ ചൂഷണങ്ങൾ, ബന്ധുക്കളും നാട്ടുകാരും കൂടുതലും റിലേറ്റീവ്സ് ആണെന്ന് പറയുന്നത് പോലെയുള്ള ഈ പോക്സോ കേസുകൾ, ലൈംഗിക ചൂഷണം, അങ്ങനെ ഇത്തരം കൗമാരക്കാർ വിവിധ തരം ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നു. അതുകൊണ്ട് തന്നെ അവർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറയുന്നു. സൂയിസൈഡ് അമംഗ് അഡോളിസൻസ്, അത് ഞങ്ങളുടെ ഒരു ചർച്ചാ വിഷയമായിരുന്നു. അത് മലപ്പുറം ജില്ലയിൽ വളരെയധികം കേസുകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും അവരുടെ വീടുകളിൽ പോയി ഫോറൻസിക് വോളണ്ടിയേഴ്സ് ആയി ഹൗസ് സർജൻസ് പോയി സംസാരിക്കുകയും അവർക്കൊരു അറ്റൻഷൻ ഉണ്ട്. ദർ ഈസ് സംബഡി ടു ഹെൽപ്പ് അസ്. ഒരു ഫോറൻസിക് കെയർ കിട്ടാൻ ഞങ്ങൾക്ക് സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഒരു ഫോറൻസിക് കെയർ സമൂഹത്തിനുണ്ട് എന്ന് അറിയുന്നത് അവരപ്പോഴാണ്. പക്ഷെ അതുകൊണ്ട് വളരെയധികം വീട്ടിൽ നടക്കുന്ന മദ്യപാനം പോലെയുള്ള, നമുക്കറിയാവുന്ന മദ്യം സുലഭമായപ്പോഴാണ് വീടുകളിൽ മദ്യത്തിന്റെ ഒഴുക്ക് കൂടിയത്. അതൊരു ഫാക്റ്റാണ്. എല്ലാം വളരെ സുലഭമായി ലഭ്യമാകുമ്പോൾ അത് വളരെ ദുരുപയോഗവും കൂടുന്നു. മദ്യത്തിന്റെ ദുരുപയോഗം വളരെയധികം കൂടിയിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ. കൂടുതൽ തന്നെ അത് ഈസിലി അവൈലബിൾ ആയപ്പോഴാണ് അല്ലേ. ഇപ്പൊ സൂയിസൈഡ്, ക്ലോർപൈറിഫോസ് അല്ലെങ്കിൽ ഫ്യൂറിഡാൻ പോലെയുള്ള കീടനാശിനി വെച്ച് ആൾ ആത്മഹത്യ ചെയ്യുന്നത് കൃഷിക്കാരാണ്. അവർക്ക് അതിന്റെ അവൈലബിലിറ്റി ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അവരത് റെഗുലേറ്റ് ചെയ്യാൻ ഇത്ര കാലങ്ങളായിട്ട് ഈ ഫാർമേഴ്സൊക്കെ അങ്ങനെ മരണമടയുന്നുണ്ട്. പക്ഷെ അവർ കൊണ്ടുപോകുന്ന ഈ വിഷപദാർത്ഥം, ഈ കീടനാശിനികൾ ഇത്ര ക്വാണ്ടിറ്റിയാണ്, അല്ലെങ്കിൽ ഇത്രയ്ക്ക് അതൊരു നിയമ രീതിയിൽ അവർക്ക് ലഭ്യമാക്കുകയും അതിന്റെ കണക്ക് കാണിക്കാതെ അടുത്ത ഡോസ് കൊടുക്കില്ല എന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ അത് കൺട്രോൾ കിട്ടും. ഞാൻ കമ്മ്യൂണിറ്റി ഫോറൻസിക് കൊണ്ട് ഉദ്ദേശിച്ചത് സമൂഹത്തിലെ ഒരു പഞ്ചായത്തിൽ 2-3 വോളണ്ടിയേഴ്സ്, ഫോറൻസിക് കെയർ വോളണ്ടിയേഴ്സ്, അവർ ഓരോ വീടുകളും അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അവിടെ നടക്കുന്ന ഇത്തരം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെ എല്ലാം അവർ വീക്ഷിക്കുന്നു. ഹൗസ് ഹോൾഡ് വയലൻസ്, വീട്ടില് ഭാര്യമാരെയും കുട്ടികളെയും സ്വന്തം അച്ഛനും അമ്മയെയും വരെ മർദ്ദിക്കുന്ന ജനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ നമ്മളെ കേരളത്തിലുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, നമുക്ക് അത്രത്തോളം നമ്മൾ അധപ്പതിച്ചിരിക്കുന്നു ചില ഏരിയാസിൽ. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കാനും ഇത് മറ്റൊരാൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ, ആ പഞ്ചായത്തിലെ തന്നെ ആ സമൂഹത്തിലെ തന്നെ വേറൊരാൾ ഇത് സ്ക്രൂട്ടിനി ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ അയാളെ കൗൺസിൽ ചെയ്യുമ്പോൾ, അത്തരം ആളുകൾ ചിലപ്പോൾ കൗൺസിലിന്റെ വിധേയമാവേണ്ടി വരും. എപ്പോഴും വ്യക്തമായ ഒരു തീരുമാനത്തോടു കൂടി ചെയ്യുന്ന സംഭവമാവില്ല, മറിച്ച് മാനസിക വൈകല്യത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒന്നായിരിക്കാം. അപ്പൊ ആ മാനസിക വൈകല്യം കണ്ടുപിടിക്കാനും അത് ഒരു സൈക്കാട്രിക് ഹെൽപ്പോട് കൂടി തിരുത്താനും ഇത്തരം കമ്മ്യൂണിറ്റി ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ കൊണ്ട് സാധിക്കും. അപ്പൊ അത്തരം ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ അത്യാവശ്യമാണെന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. അതേപോലെ തന്നെയായിരുന്നു ഞങ്ങൾ നടത്തിയ മറ്റൊരു പഠനം. സാധാരണഗതിയിൽ യങ്സ്റ്റേഴ്സിന് ഡെത്ത് കൂടുതലുണ്ടാകുന്നു, സഡൻ അൺഎക്സ്പെക്റ്റഡ് ഡെത്ത് ഇൻ യങ് അഡൽട്സ്. അത് വളരെ കൺസേൺ ആണ്. വളരെ നാളേക്കുള്ള സംഭാവനകളാണ് യൂത്ത് എന്ന് പറയുന്നത് അല്ലേ. അവർ വളരെ ചെറുപ്രായത്തിൽ മരിച്ചു പോകുന്നു. അത് നാച്ചുറൽ ഡെത്ത് ആണോ അതോ ഹൃദയാഘാതം പോലെയുള്ള അത് വെച്ചിട്ടുള്ള, അതോ എന്തെങ്കിലും അൺനാച്ചുറൽ കോഴ്സ് വെച്ചിട്ടുള്ള? നാച്ചുറൽ ഡെത്തുകളിലോടുകൂടി മരിച്ചു പോകുന്നു.
സഡൻ അൺഎക്സ്പെക്റ്റഡ് നാച്ചുറൽ ഡെത്ത് ആണ്. അതിനുള്ള കാരണം തേടിപ്പോയപ്പോഴാണ് അവർ ഉപയോഗിക്കുന്ന കാർബണേറ്റഡ് ഡ്രിങ്ക്സുകൾ, ഈ കൊക്കക്കോള, പെപ്സി, ഈ വക ഡ്രിങ്കുകളും ഈ എണ്ണക്കടികൾ പോലത്തെ കടികൾ, പപ്സ് പോലത്തെയുള്ള ലോ ഫൈബർ കണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇത്തരം ഭക്ഷണങ്ങളാണ് ഈ സാധാരണ ഈ വർക്കേഴ്സ്, സാധാരണ മാനുവൽ വർക്കേഴ്സും കൂലിപ്പണിക്കാരും ഒപ്പം തന്നെ മറ്റു ജോലിയിൽ വ്യാപൃതരായ ആളുകൾ, സ്വിഗ്ഗി പോലെയുള്ള അല്ലെങ്കിൽ സൊമാറ്റോ പോലെയുള്ള ഈ ഡെലിവറി ബോയ്സുകൾ, ഇത്തരം കുറേ ആളുകൾ ഇത്തരം ജോലികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അവർ ജോലി തിരക്കിനുള്ളിൽ അവർ ഉച്ചയിലത്തെ ഭക്ഷണമൊക്കെ അവർ ചിലപ്പോൾ ഒരു പപ്സിലോ ഒരു ഡ്രിങ്കിലോ അവസാനിപ്പിക്കും. അത്തരം ആളുകളുടെ മരണവും നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അതും ഈ കാരണം കൂടുതൽ ഫുഡ് റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ, ഒപ്പം അവർക്കൊന്നും എക്സസൈസ് ഒട്ടുമില്ല, ഫിസിക്കൽ ആയിട്ട് ഒന്നും ചെയ്യാത്ത ആളുകളും കൂടിയാണ്. ഒപ്പം ഫിസിക്കൽ എക്സസൈസ് ഇല്ലതാനും ഒപ്പം ഇത്തരം ഫുഡുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങും. അതും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്ന ഒരു ഘടകം. അപ്പൊ കുട്ടികളുടെ സൂയിസൈഡ്, ഒപ്പം തന്നെ സൂയിസൈഡ് എപ്പോഴും മൾട്ടി ഫാക്ടോറിയലാണ്. നമുക്കറിയാം, ഇപ്പൊ കണ്ണൂർ മെഡിക്കൽ ഡെന്റൽ കോളേജിൽ ഒരു കുട്ടി മരണപ്പെട്ടു. അതിന്റെ യഥാർത്ഥ കാരണം പോലീസ് അന്വേഷിക്കുന്നതേ ഉള്ളൂ. ടോർച്ചർ, അധ്യാപകന്മാർന്ന് ടോർച്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അത്തരം ആളുകൾ അധ്യാപനത്തിന് ഇനി അർഹരല്ല. അത് ഒരു വശം. ഒപ്പം ഓൺലൈൻ വഴി ഈ ലോൺ എടുത്ത ഒരു സംഭവം കൂടി ഓൺലൈൻ സ്ഥാപനത്തിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. എങ്ങനെ കുട്ടികൾ ഈ ഓൺലൈൻ വായ്പകൾ മേടിക്കുന്നതിൽ എത്തിപ്പെടുന്നു? ഈ ഓൺലൈനിൽ വരുന്ന ഇത്തരം മെസ്സേജുകൾക്കും ഇത്തരം കോളുകൾക്കും എങ്ങനെ ഇവര് ചെവി കൊടുക്കും? അപ്പൊ ഇത്തരം ചൂഷണങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ അകറ്റേണ്ടതുണ്ട്. അതിന് അവർക്കൊരു ഫോറൻസിക് കെയർ ആവശ്യമാണ്. നമുക്കിന്ന് ഒരു സമൂഹത്തിൽ ഇല്ലാത്ത ഒരു പുതിയൊരു കൺസെപ്റ്റാണ്. ആ ഫോറൻസിക് കെയർ കൊടുക്കുന്നതോടുകൂടി നമ്മുടെ സമൂഹത്തിലെ ഇത്തരം അന്ധവിശ്വാസങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ അക്വാപങ്ക്ചറും ഹെൽത്ത് അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ, ഒരു പോലീസ് ഓഫീസർ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി അക്വാപങ്ക്ചറിനെ കുറിച്ചും ഒപ്പം ഹിജാമ തെറാപ്പിനെ കുറിച്ചും, വേദനയ്ക്ക് വേണ്ടിയിട്ട്. ഒരു പഠിച്ച ആളുകൾ പോലും ഇത്തരം കാര്യങ്ങൾ, ചികിത്സാ രീതികൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ സാധാരണക്കാരെ കാര്യം ആലോചിച്ചു നോക്കും. ഇതൊന്നും ഒരു അസുഖത്തെ ഒരു നിലയ്ക്കും ഒരു മാറ്റവും വരുത്തുന്നില്ല. മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് ശാസ്ത്രീയമായ അടിത്തറയുള്ള റിസർച്ച് വഴി അസുഖം കണ്ടെത്തി അതിന് പ്രതിവിധി തേടുന്ന ഒന്നാണ്. അതിന് ശാസ്ത്രീയതയുണ്ട്. പിന്നെ മരുന്ന് കഴിച്ചാൽ ഇതിൻ്റെ ചേഞ്ചസ് ശരീരത്തിൽ ഉണ്ടാവും എന്ന് വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷമാണ് മരുന്ന് കൊടുക്കുന്നത്. ഇത് അക്വാപങ്ക്ചറോ ഹിജാമ തെറാപ്പി, ഇതൊക്കെ ആ സമയത്ത് ആൾക്കാരെ ഉപദ്രവിക്കാന്നല്ലാതെ, വേദനിപ്പിച്ച് ഉപദ്രവിക്കാന്നല്ലാതെ ഒട്ടും ഒരു മാറ്റവും വരുത്തുന്നില്ല. ഒപ്പം ആമസോണിലെ ഒരു എഞ്ചിനീയർ ആണെന്ന് തോന്നുന്നു, മലപ്പുറം ജില്ലയിൽ സ്വന്തം കുഞ്ഞിന് ഹെപ്പറ്റൈറ്റിസ് കൂടിയിട്ട് അക്വാപങ്ക്ചർ നടത്തി. രണ്ടുപേരും എഞ്ചിനീയേഴ്സാണ്. കുട്ടി മരിച്ചു. അദ്ദേഹം എൻ്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിയെ നിങ്ങൾ കൊലപാതകം ചെയ്തു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ കുട്ടി ഇത്രയധികം സയൻസ് സിംറ്റംസും കാണിച്ച് ഒരു മെഡിക്കൽ കെയർ കൊടുക്കാൻ പഠിച്ച നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ കുട്ടിയെ കൊന്നു. ഇനി മേലില്ലെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞു. അപ്പൊ എത്രയും പരിഷ്കൃതം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പഠനം പഠിച്ച് മിടുക്കനും അല്ല ഒരു വിദ്യാഭ്യാസം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, സാക്ഷരതയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഇത്തരം ആളുകൾ ചെയ്യുന്ന ഇത്തരം പ്രവർത്തികൾ കൂടി നമ്മൾ കണക്കിലെടുക്കണം. ഇതിനെല്ലാം ഒരു കമ്മ്യൂണിറ്റി ഫോറൻസിക് മുഖാന്തരം കമ്മ്യൂണിറ്റി കെയർ കൊടുക്കുന്ന, കമ്മ്യൂണിറ്റി ഫോറൻസിക് കെയർ ലഭ്യമാക്കുന്നതുകൂടി ഒരു പരിധിവരെ നമുക്ക് അതിൽ നിന്ന് ആൾക്കാരെ മനസ്സിലാക്കാനും അതിൽ നിന്ന് മാറി ചിന്തിക്കാനും ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. ഈ പോലീസ് സർജൻ എന്ന പേര് നിലനിൽക്കുമ്പോഴും പോലീസുകാരായിട്ട് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടോ? പ്രൊഫഷണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്, നത്തിങ് പേഴ്സണൽ. പ്രൊഫഷണലി നമ്മളുടെ ഉദ്ദേശവും നമ്മളുടെ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അപ്പുറത്ത് പ്രതിസ്ഥാനത്ത് പോലീസുകാരായിരിക്കും. അത്തരം കേസുകൾ, പോലീസ് ടോർച്ചർ മൂലം മരിക്കുന്ന കേസുകളിൽ നാച്ചുറലി പോലീസ് എതിർ സ്ഥാനത്തായിരിക്കും. പക്ഷെ അത്തരം സംഭവങ്ങളൊന്നും ഞാൻ ഗൗരവത്തിലെടുക്കാറില്ല. കാരണം
പ്രതി എന്ന് പറയുന്ന ആക്കപ്പെട്ട ഒരാള് സംശയം ഇയാള് മർദ്ദിച്ച് കൊന്നതാണെന്ന് സംശയം വരുന്ന സാഹചര്യത്തിൽ അവരെ പ്രതിയായിട്ട് മാത്രമേ ഞാൻ കാണാറുള്ളൂ. അതിൽ എന്തൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ശരി, അത് ആ സ്ഥാനം മാത്രമാണ് അദ്ദേഹത്തിന് കൊടുക്കാറുള്ളൂ. അപ്പൊ നേച്ചുറലി പോലീസിന്റെ ശത്രുതകൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ പോലീസുകാർ പേഴ്സണലി ആക്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം മഞ്ചേരിയിൽ താമര ജെഫ്രിയുടെ കേസ്, പേഴ്സണലി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പ്രൊഫഷണൽ അല്ല, അതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഞാൻ മാത്രമേ എടുക്കാറുള്ളൂ. അത് ആ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇത്തരം കേസുകൾ പോലീസിന്റെ കുറ്റകൃത്യങ്ങൾ വ്യക്തമായി തെളിയിക്കുന്ന ഫോറൻസിക് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് അവർ കുറ്റവാളിയാണെന്ന് ഞാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ അവർ കുറ്റകൃത്യം അക്യൂസ്ഡാണ് സജസ്റ്റ് ചെയ്യുമ്പോൾ, മറുഭാഗത്ത് അവർ ജനങ്ങളും മീഡിയാസും കുറ്റക്കാരാണ് എന്ന് വിധിക്കപ്പെട്ട കേസുകൾ ഓട്ടോപ്സി ടേബിളിൽ വെച്ചിട്ട് തന്നെ ഇത് കുറ്റകൃത്യം ഇല്ല എന്ന് പറയാനും സാധിച്ചിട്ടുണ്ട്. രണ്ടുണ്ടായിട്ടുണ്ട്. ഇത്തരം കേസുകൾ മീഡിയാസും ജനങ്ങളും ബന്ധുക്കളും ആരോപിച്ച് ഇത് പോലീസ് ടോർച്ചറായി വരുന്ന കേസുകളിൽ 100 കേസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 99 എണ്ണവും നിരപരാധികളാണെന്ന് വിധിക്കപ്പെട്ട് മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഫോറൻസിക് ഡോക്ടർക്ക് പ്രശ്നങ്ങൾ പറയും, പോലീസിന് വേണ്ടി ചെയ്തതാണെന്ന് പറയാറുണ്ട്. പക്ഷെ 1% കേസുകളിൽ ചിലപ്പോൾ പോലീസ് പ്രതിസ്ഥാനത്ത് നിൽക്കും, അവർക്കെതിരെ തെളിവുകൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ പോലീസ് പറയും ഡോക്ടർ എന്നോടുള്ള ദേഷ്യം നിർത്താന്ന് പറയും. ഇത് രണ്ടുമല്ല. സത്യം എന്താ? സത്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഫോറൻസിക് ഡോക്ടറുടെ ഉത്തരവാദിത്തം. സത്യം കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ പോലീസ് പ്രതിയാവും, സത്യം കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ പോലീസ് നിരപരാധിയാവും. ഇതൊരു പ്രൊഫഷണൽ വർക്കാണ്, ഇതൊരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷനാണ്. ഇതിൽ ഓരോ സ്റ്റെപ്പുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആർക്കു വേണമെങ്കിലും സ്ക്രൂട്ടിനി ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞ പോലെ ഓരോന്നിനും ശാസ്ത്രീയ വശമുണ്ട്, ഓരോ ഫൈൻഡിങ്സിനും ശാസ്ത്രീയ വശമുണ്ട്. അത് നമുക്ക് ബിൽഡപ്പ് ചെയ്ത് അയാൾ പ്രതിയാണോ അല്ലയോ എന്ന് പറയാൻ ബുദ്ധിമുട്ടില്ല. മറ്റുള്ളതൊക്കെ ഞാൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പോലീസായിട്ടുള്ള കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ കുറച്ചു മുമ്പ് സാറ് പറഞ്ഞ മഞ്ചേരി താമര ജെഫ്രി കേസ് വളരെ ഇമ്പോർട്ടൻ്റ് കേസാണല്ലോ, അതിനെ കുറിച്ചൊന്ന് വിവരിക്കാമോ? അതിന് ട്രയൽ നടക്കാത്തത് കൊണ്ട് അതിന് പറയുന്നതിൽ പരിമിതികളുണ്ട്. പക്ഷെ അതും ഒരു കുഴഞ്ഞു വീണതായിട്ട് പോലീസ് കൊണ്ടുവന്നൊരു കേസാണ്. ഒരു പെഡ്ലറാണ്, മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരാൾ തന്നെയാണ്, മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ഒരാൾ തന്നെയാണെന്നാണ് പോലീസ് പറഞ്ഞത്. അദ്ദേഹത്തിന് മയക്കുമരുന്നിന്റെ ഇന്നത്തെ നമ്മളുടെ സമൂഹം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് മയക്കുമരുന്നുകളുടെ ഉപയോഗം. മയക്കുമരുന്നുകൾക്ക് ശാസ്ത്രീയമായി ഉപയോഗിക്കുന്ന, മെഡിസിനിൽ ഉപയോഗിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോഴതെല്ലാം അത്തരം സംഭവങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ യൂത്ത്, യങ് ജനറേഷൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ലൈഫ് എക്സ്പെക്ടൻസി ഒക്കെ 74 വയസ്സിലേക്കോട്ടാണ് പോകുന്നത്. ഈ ലൈഫ് എക്സ്പെക്ടൻസി പല വിഭാഗം ജനങ്ങൾക്കും പല രീതിയിലായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. മഞ്ചേരിയിൽ ജോലി ചെയ്യുമ്പോൾ ആദിവാസികൾക്കൊക്കെ ഇത് വളരെ കുറവാണ്. അവർ 40-50 വയസ്സിലൊക്കെ മരണമായിട്ട് ഞാൻ 1-2 കേസുകൾ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. ഒപ്പം കൂടുതലുള്ളവരുണ്ട് അതിനുള്ളിൽ. പക്ഷെ ഏവറേജ് എടുക്കുമ്പോൾ അവർക്ക്, അതായത് അവരും ഇത്തരം ഡ്രഗുകൾക്കും ഇത്തരം മദ്യത്തിനൊക്കെ കൂടുതൽ അടിമയാവുന്നു. ഈ താമർ ജെഫ്രിയും അങ്ങനെ ഒരു അടിമയായ, മയക്കുമരുന്ന് സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒരാളായിട്ട് തന്നെയാണ് പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇത്തരം ആളുകളിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത്തരം ആളുകളിൽ ഹൃദയാഘാതം കൂടാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വളരെ കൂടുതലായിരിക്കും. മയക്കുമരുന്ന് ലെവൽ കൂടുന്നതിനനുസരിച്ച് അത് ബ്രെയിനിലും മറ്റു ശരീരത്തിന്റെ ഭാഗങ്ങളിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തും. അതിന്റെ ഇഫക്റ്റ് അവിടെയുണ്ട്. നമ്മളെ പോലീസിന് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവൻ കാണിക്കുന്ന സിംറ്റംസ് അത് പോലീസിന് മനസ്സിലാവുന്നില്ല. പോലീസ് വിചാരിക്കുന്നത് പോലീസിനെ കളിയാക്കുന്നതാണ്, അല്ലെങ്കിൽ പോലീസ് വിചാരിക്കുന്നത് അവൻ മനഃപൂർവ്വം ക്രൈം മറച്ചു വെക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന്. മറിച്ച് അത് ശാസ്ത്രീയമായി അവന് ചെയ്യുന്നത് അവന്റെ മയക്കുമരുന്നിന്റെ ദൂഷ്യ ബലമാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ, ശാസ്ത്രീയത മനസ്സിലാക്കാൻ നമ്മളെ പോലീസിന് സാധിച്ചില്ല. അതുകൊണ്ട് പോലീസ് അവനെ മർദ്ദിച്ചു. ഈ ആൾക്കൊറ്റ കൊലപാതകം പോലെ മർദ്ദിച്ച് കൊല്ലുകയല്ല അവിടെ ഉണ്ടായത്. ആ മർദ്ദനം മതി അവൻ ഓൾറെഡി ഹാർട്ട് ഡിസീസ് ആയുള്ള ഒരുത്തരാണ്.
അവന് ആ മർദ്ദനം പോലും അവന്റെ ശരീരത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ മരണത്തിലേക്ക് നീങ്ങിയത്. പഴയ രീതി ഇപ്പോഴും ഞാനിപ്പോഴും ഇടയ്ക്ക് ചില സിറ്റുവേഷനിലൊക്കെ പറയാറുണ്ട്, സായിപ്പിന്റെ പോലീസ് എന്നുള്ളൊരു ഒരു 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 ലാബിൽ നിന്ന് നമ്മളെ പോലീസ് ഇപ്പോഴും മുന്നോട്ട് പോയിട്ടില്ല. ആ ഒരു രീതികൾ, മൂന്നാം മുറകളും മറ്റും ഇപ്പോഴും നമ്മളെ സംസ്ഥാനത്ത് നിലവിലുണ്ടെന്ന് പറയുന്നത് വേദനാജനകമാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ പോലീസ് ഒരു റൈറ്റ്സ് ഉണ്ടായി കഴിഞ്ഞു, അടിച്ചൊതുക്കുന്നത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ അല്ലെങ്കിൽ ശാസ്ത്രീയമായി അന്വേഷിക്കണം. കോടതി വരാന്ത വരെ എത്താനല്ലല്ലോ കേസ് പോകുന്നത്. കേസ് ശിക്ഷിക്കപ്പെടണം. ക്രൈം റേറ്റ് കുറയ്ക്കണം നമ്മളുടെ. അപ്പൊ അതിന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ, പോലീസും ഫോറൻസിക് ഡോക്ടറും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ. അപ്പൊ അതിന്റെ വിപത്തുകൾ ജനങ്ങൾക്ക് മനസ്സിലാക്കുകയും അതിനെതിരെ പോരാടാൻ പോലീസിന്റെ ഒപ്പം ജനങ്ങളും ഉണ്ടാവണം. അപ്പൊ പോലീസ് തന്നെ കുറ്റകൃത്യം ചെയ്യുന്നത് ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. മാത്രമല്ല, ഈ ഫോറൻസിക് മെഡിസിൻ പ്രത്യേകത, ഇറ്റ് ഇസ് എ നോൺ കോംപ്രമൈസബിൾ സബ്ജക്ട്. ഒത്തുതീർപ്പ് ഇതിനുള്ളിലില്ല. ഒത്തുതീർപ്പ് ഉണ്ടാക്കേണ്ടത് കോടതിയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും മോർച്ചറി വെച്ചിട്ടും അല്ലെങ്കിൽ എൻ്റെ റൂമിൽ വെച്ചിട്ട് ഞാൻ ഒത്തുതീർപ്പാക്കാൻ തുടങ്ങിയ പിന്നെന്താ കോടതി വേറെ പാരലൽ സംവിധാനമായി മാറും. എൻ്റെ ഉത്തരവാദിത്വം ആ കേസിൽ കാണുന്ന ഫൈൻഡിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ അത് കോടതിയെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് തികച്ചും പ്രൊഫഷണൽ ആയിട്ട് കോൺഫ്ലിക്റ്റ് മാത്രമേ പോലീസുമായിട്ടുള്ളൂ. പക്ഷേ ഭൂരിഭാഗം പോലീസുകാർക്കും ഇന്നവർ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അവർ റിയലൈസ് ചെയ്യും, ഞാൻ പറഞ്ഞ സത്യമാണ്, അത് ഡോക്ടർക്ക് അതല്ലാതെ നിവൃത്തിയില്ല എന്ന് പോലും പറയുന്ന ഡോക്ടറുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, പോലീസിന്റെ ഡ്യൂട്ടി ചെയ്യുന്നത് പോലെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന പോലീസുകാരാണ് നിരവധി. അപൂർവം ചില ആളുകൾ മാത്രമേ അതിന് കുറ്റപ്പെടുത്തിയതായിട്ട് എൻ്റെ മനസ്സിലുള്ളൂ കേട്ടോ. ഈ കേസിൽ അതുപോലെ തന്നെ വേറെ കേസുകളൊന്നും കേട്ടിട്ടുള്ളതാണ്. കോടതി റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ പോലീസ് റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടു എന്ന്. ഈ റീപോസ്റ്റ്മോർട്ടം അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? റീപോസ്റ്റ്മോർട്ടത്തിന്റെ സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ സാധാരണ ഡിഫൻസ് ലോയർമാർ കോടതിയിൽ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിലൊരു ചോദ്യമാണ്, ഇയാളെ ചികിത്സിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു ഡോക്ടറെ ചോദിക്കായിരുന്നു. അപ്പൊ ഞാൻ സാധാരണ അതിന് ഉത്തരം കൊടുക്കാറ്, അത് ചികിത്സിച്ച് തന്നെ നോക്കണം, എന്നാലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ, അല്ലെ എത്രത്തോളം അയാൾ രക്ഷപ്പെടുമെന്നുള്ള കാര്യം. അതേപോലെ തന്നെയാണ് റീപോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം. അത് ചെയ്ത് തന്നെ മനസ്സിലാക്കണം. ചിലപ്പോൾ അത് 100% എഫക്റ്റീവ് ആയിരിക്കും. ഡിപ്പെൻഡ്സ് അപ്പോൺ വേരിയസ് ഫാക്ടേഴ്സ്. കുറേ കാരണങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട് അതിനുള്ളിൽ കാണാൻ മനസ്സിലാക്കാനും. ചിലപ്പോൾ ബോഡി വളരെയധികം അഴുകിയ സിറ്റുവേഷനിലായിരിക്കും, എന്നിരുന്നാലും 100% എഫക്റ്റീവ് ആയിരിക്കും. ഈവൻ നന്നായിട്ട് അഴുകിയ ബോഡിയിൽ പോലും, അല്ലെങ്കിൽ എല്ല് മാത്രം കിട്ടുന്ന ഒരു ബോഡിയായി, ചിലപ്പോൾ എല്ല് മാത്രമായിരിക്കും കുഴിയിലുണ്ടാവുക, അല്ലെങ്കിൽ പുറത്തുണ്ടാവുക, സൈറ്റോടോപ്സിയിൽ ഉണ്ടാവുക, എന്നിരുന്നാലും അതിലും നമുക്ക് ചിലപ്പോൾ ഫൈൻഡിങ്സ് കിട്ടും. 100% എഫക്റ്റീവ്. അതേസമയം ചിലപ്പോൾ പ്രത്യേകിച്ചും ചെറിയ കുട്ടികളുടെ ബോഡികൾ അത്തരം കൂടുതൽ ഇല്ലാതാവുമ്പോൾ, സ്കെൽട്ടനൈസറായി പോകുമ്പോൾ ചിലപ്പോൾ അത് 0% അതിൻ്റെ ഇത് കുറയുകയും ചെയ്യും. അത് വളരെയധികം വേരി ചെയ്തിട്ടിരിക്കും. അത് ചെയ്തു തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. ഈ റീപോസ്റ്റ്മോർട്ടം സാധാരണഗതിയിൽ പോലീസ് ആവശ്യപ്പെടുന്നത്, ഒരു പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് പോലീസ് റിക്വസ്റ്റ് തന്ന് അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ, അതായത് 194 പ്രകാരം ആണ് പോലീസ് ഇൻക്വസ്റ്റ് നടപ്പിലാക്കി കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഒരു റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടാൻ പോലീസിന് നിയമപരമായി കഴിയില്ല. ആ സിറ്റുവേഷനിൽ ഇപ്പോൾ ആദ്യത്തെ ഓട്ടോപ്സിനെ കുറിച്ച് ഒരു ബന്ധുക്കൾ ഒരു സംശയം പ്രകടിപ്പിച്ചു. ആദ്യത്തെ ഓട്ടോപ്സി ശരിയായ രീതിയിലല്ല നടത്തിയതെന്ന് ഒരു മരണകാരണം അവർ വിശ്വസിക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല. അവരെ കൺവിൻസ് ചെയ്യിക്കണം, ത്രൂ ഇൻവെസ്റ്റിഗേഷനിലൂടെ കൺവിൻസ് ചെയ്യിക്കണം. അതിൽ ഒരു കമ്പോണന്റ് മാത്രമാണ് പോസ്റ്റ്മോർട്ടം പരിശോധന. അതുകൊണ്ട് രണ്ടാമത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഇല്ല. പക്ഷേ ഈ ആരോപിക്കപ്പെടുന്ന ആളുകൾക്ക് വ്യക്തമായും അദ്ദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം പോലീസുമായി കൂടെ ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ പ്രതിയുമായി കൂടെ ചേർന്നുകൊണ്ട് ഈ കേസിനെ ദുർബലമാക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞാൽ റീപോസ്റ്റ്മോർട്ടം നടത്താം. അത് മജിസ്റ്റീരിയൽ 196 പ്രകാരമാണ്.
അത് പഴയ 176 CRPC എന്ന് പറയും, ഇപ്പോഴത്തെ 196 BNSS പ്രകാരമാണ്. അത് മജിസ്ട്രേറ്റ് ആണ് ഇൻക്വസ്റ്റ് ചെയ്യേണ്ടത്. മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് ചെയ്ത് പോസ്റ്റ്മോർട്ടവുമായി മുന്നോട്ട് പോകുന്നു. ചില സിറ്റുവേഷനിൽ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയതായി അവകാശപ്പെട്ടിട്ടും തുറന്നു നോക്കുമ്പോൾ റീപോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന പ്രക്രിയ തുടങ്ങുമ്പോൾ അത് ഫ്രഷ് പോസ്റ്റ്മോർട്ടമായി വന്ന കേസുകളും ഉണ്ടായിട്ടുണ്ട്. അതായത് ആ പോസ്റ്റ്മോർട്ടം പരിശോധന ആവശ്യമായിരുന്നു, അത് റീപോസ്റ്റ്മോർട്ടം അല്ലായിരുന്നു. ശരിക്കും ആദ്യം തന്നെ പോസ്റ്റ്മോർട്ടം, ചില ഇഞ്ചുറി, കൂടുതൽ ഇഞ്ചുറി നടന്ന ട്രെയിൻ ആക്സിഡന്റ് പോലെയുള്ള അങ്ങനെ ഒരു സംഭവം എറണാകുളത്ത് ഞാൻ ജോലി ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ട്രെയിൻ ആക്സിഡന്റ് ആയിരുന്നു, വക്കീലിൻ്റെ ഒരു ബന്ധുവായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഞാൻ ഹോസ്പിറ്റലിന്റെ പേര് മറ്റൊന്ന് ഞാൻ പറയുന്നില്ല, ചെയ്ത സ്റ്റേഷനിൽ, പോസ്റ്റ്മോർട്ടം ആദ്യം ചെയ്ത സ്റ്റേഷനിൽ പെട്ടെന്ന് തന്നെ ബോഡി 10 മിനിറ്റിനോടുകൂടി ഈ ബോഡി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വക്കീലിന് സംശയം തോന്നി. വക്കീലപ്പ അത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ട് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ പോലീസിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കത് ആവശ്യപ്പെടാനുള്ള നിയമസാധുതയില്ല, നിങ്ങൾ മജിസ്ട്രേറ്റിനെ സമീപിക്കുക. മജിസ്ട്രേറ്റിന്റെ റിക്വസ്റ്റ് പ്രകാരം മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് നടത്തി വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞു. രണ്ടാമത് പരിശോധന പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചു. പരിശോധന നടത്തിയപ്പോൾ അതിൽ ഫ്രഷ് പോസ്റ്റ്മോർട്ടം, ആദ്യത്തെ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ആയിരുന്നു. മറ്റു രാജ്യത്തു നിന്ന് വരുന്ന കേസുകൾ ഉണ്ടാവും. ഇപ്പൊ അവരൊക്കെ ലിമിറ്റഡ് ഓട്ടോപ്സിയാണ് കൂടുതൽ ചെയ്യാറ്, അല്ലെങ്കിൽ ആവശ്യം എല്ലാ ഭാഗവും. കേരളത്തിലും ഇന്ത്യയിൽ പൊതുവെ ഓട്ടോപ്സി ഈസ് എ കംപ്ലീറ്റ് വൺ. ഒരു പോസ്റ്റ്മോർട്ടം പരിശോധന എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ നിന്ന് പിന്നെ വേറെ ഒന്നും തെളിവുകളോ മറ്റും ശേഖരിക്കാൻ വേണ്ടി വേറൊരു പരിശോധന നടത്താൻ പറ്റില്ല. കാരണം ഡെത്ത് ഈസ് എ ഡിസിൻറ്റഗ്രേറ്റിംഗ് പ്രോസസ്. ഓരോ സെക്കൻഡിലും ഓരോ സെൽസും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റ്മോർട്ടം ഇന്റർവെൽ കൂടുന്തോറും ബോഡി അഴുകുന്നു. അപ്പൊ നമുക്ക് കിട്ടാവുന്ന ശാസ്ത്രീയ തെളിവുകൾ കുറയുന്നു. ബോഡി അഴുകുന്ന ഏറ്റവും അവസാനം എടുക്കുന്നതാണ് ബോൺ. അതാണ് അവസാനം ബോൺ മാത്രമായി മാറുന്നത്. അപ്പൊ ചില സിറ്റുവേഷനിൽ പൊതുവെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ബോഡികൾ ലിമിറ്റഡ് ഓട്ടോപ്സി ചെയ്തിട്ടുണ്ടാവുള്ളൂ, പക്ഷെ ബന്ധുക്കളുടെ സംശയം മാറിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ വീണ്ടും ഒരു ഇൻക്വസ്റ്റ് നടത്തി ഞങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കാറുണ്ട്. ആ സിറ്റുവേഷനിലും ഇപ്പൊ നെക്ക് വയലൻസ് ആവും ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. നെക്ക് സാധാരണഗതിയിൽ സ്ട്രാങ്കുലേഷൻ, അല്ലെങ്കിൽ കഴുത്ത് ചരിച്ച് കൊല്ലുക, കഴുത്ത് അമർത്തി കൊല്ലുക, അല്ലെങ്കിൽ തുണി വെച്ച് കൊല്ലുക, ഇത്തരം കേസുകളിൽ സാധാരണ അവർ നെക്കിൽ നോക്കിയിട്ട് അവരങ്ങനെ വിടും. നെക്ക് അവർ തുറന്നു നോക്കാറില്ല പൊതുവെ. അപ്പൊ ഇൻവേസീവ് ഓട്ടോപ്സി നടത്തുമ്പോൾ നമുക്കത് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് അതിനുള്ള ഫൈൻഡിങ്സ് കിട്ടാൻ സാധിക്കാറുണ്ട്. അപ്പൊ ഒരു നിലയ്ക്ക് പറയുകയാണെങ്കിൽ ബന്ധുക്കളുടെ സംശയം ദൂരീകരിക്കാൻ ഈ പോസ്റ്റ്മോർട്ടം, അവർ പറയുന്ന റീപോസ്റ്റ്മോർട്ടം, ആ പരിശോധന 100% ഇഫക്റ്റീവ് ആവാറുണ്ടെന്നർത്ഥം. അൺക്വാളിഫൈഡ് ഡോക്ടേഴ്സ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ സംഭവം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ലീഗൽ സ്റ്റാൻഡ് എന്താണ്? അത് നല്ലൊരു ചോദ്യമാണ് ആ സംഭവം. കാരണം ഇന്നും നമ്മളുടെ സ്റ്റേറ്റ് റെക്കഗ്നൈസ്ഡ് ചെയ്യാത്തൊരു ഏരിയയാണ് പോസ്റ്റ്മോർട്ടം പരിശോധന. ഏത് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർക്കും ചെയ്യാമെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇന്നും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ മതി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. പക്ഷേ പഴയ CRPC 1973 CRPC പോലും പറയുന്നത് ഒരു സിവിൽ സർജന് പോയി അയക്കാനാണ് പറയുന്നത് പോലീസിന്റെ അടുത്ത്. ഈ ഫൗൾ പ്ലേ സസ്പെക്റ്റഡ് ബോഡി ഷാൾ ബി ഫോർവേഡ് ടു എ സിവിൽ സർജൻ എന്നാണ്. ഈ സിവിൽ സർജൻ എന്ന് പറയുന്നത് എൻട്രി കാഡർ അല്ല. ഒരു ഹെൽത്ത് സർവീസിലത്തെ സിവിൽ കാഡർ എന്ന് പറയും, സിവിൽ സർജൻ എന്ന് പറയുന്നത് 10 കൊല്ലം കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് സർജൻ പ്രൊമോഷൻ ആവുന്ന ഒരു പോസ്റ്റാണ്. അദ്ദേഹത്തിനോടാണ് നിയമം അനുശാസിക്കുന്നത് ഈ കേസ് ചെയ്യാൻ. ഓർ എനി അതർ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ദ ഗവൺമെന്റ്. അതാണ് ഫോറൻസിക് ഡോക്ടർമാരുടെ കാര്യം പറയുന്നത്. ഇനി ഫോറൻസിക് ഡോക്ടർ എന്ന് നിയമം പറഞ്ഞിട്ടില്ല. നിയമം അത് എഡിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ CRPC കേരളെങ്കിലും ഈ BNSS ഭേദഗതി വരുത്തേണ്ടിയിരിക്കുന്നു. ദാറ്റ് ഷുഡ് ബി ഡൺ ബൈ എ ഫോറൻസിക് ഡോക്ടർ, ബിക്കോസ് ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് വർക്ക്. ഒരു ഫോറൻസിക് ഡോക്ടർക്ക് പോയി അനസ്തേഷ്യ കൊടുക്കാൻ പറ്റില്ല. ഒരു അനസ്തറ്റിസ്റ്റ് വന്നിട്ട് ഒരിക്കലും പോസ്റ്റ്മോർട്ടം ചെയ്യാനും സാധിക്കില്ല. അപ്പൊ ഐസ് ഡു നോട്ട് സീ വാട്ട് മൈൻഡ് ഡസ് നോട്ട് നോ. നമ്മൾ മനസ്സിൽ ഉണ്ടാവേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ കണ്ണുകൊണ്ട് കാണണമെങ്കിൽ നമുക്ക് മനസ്സ് ശൂന്യമായൊരു മനസ്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ക്രൈമിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഫോറൻസിക് പരിശോധനയെ കുറിച്ചോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നോക്കിയാൽ ഇന്നത് കിട്ടുമെന്ന്, അല്ലെങ്കിൽ ഇന്നതൊക്കെ ഫൈൻഡിങ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടെന്ന് ഒരു മനസ്സിലാകാത്ത ഒരു സാഹചര്യത്തിൽ
ഒരു ഗൈനക്കോളജിസ്റ്റ് വന്ന്, ഒരു അനസ്തറ്റിസ്റ്റ് വന്ന് ഒരു പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയാൽ എന്ത് മനസ്സിലാവാനാണ്? ആ പ്രക്രിയ ഇപ്പോഴും നമ്മളുടെ വിവിധ ഹെൽത്ത് സെന്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. ഇനിയെങ്കിലും ഇത്തരം പ്രോഗ്രാംസെങ്കിലും ഒരു ഐ ഓപ്പണിംഗ് ആവട്ടെ. കാരണം സ്പെഷ്യലൈസ്ഡ് വർക്ക് സ്പെഷ്യലൈസ്ഡ് ചെയ്ത ഡോക്ടർമാർ തന്നെ ചെയ്യണം. ഞങ്ങൾ MBBS കഴിഞ്ഞ് 3 കൊല്ലം MD കഴിഞ്ഞ ആൾക്കാരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പോലീസിന് തരംതിരിക്കാൻ പറ്റില്ല, അല്ല രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കേസുകൾ തരംതിരിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ സമ്മർദ്ദം വെച്ചിട്ട് ഓരോ കേസിനും ഓരോ സ്ഥലത്ത് ചെയ്താൽ മതി എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. എല്ലാം ചെയ്യേണ്ടത് ഫോറൻസിക് ഡോക്ടർ ആയിരിക്കണം. പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽത്ത് സർവീസിൽ അല്ലെങ്കിൽ ഈ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടോ ഒരു ഗൈനക്കോളജിസ്റ്റോ കേസ് ചെയ്യുന്ന രീതി ഇന്നും നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ നിൽക്കുന്നുണ്ട്. അതിനൊരു അറുതി നിൽക്കണം. ഇത് ചെയ്യേണ്ടത് ഫോറൻസിക് ഡോക്ടർമാരുടെ ലഭ്യത കുറവാവും അവർ പറയുന്ന മറ്റൊരു ന്യായം. ഇന്നത്തെ കാലത്ത് ലഭ്യതക്കുറവ് ഇപ്പോൾ ഒരു പരിധി വരെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടണം. ഒരു ജില്ലയിലെങ്കിലും കുറച്ച് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവണം. ഇത്തരം കേസുകൾ ചെയ്യാൻ സാധിക്കണം. കാരണം ഒരു സ്കിൻ അസുഖം വന്ന ഒരാൾക്ക് ഒരു ഡോക്ടറെ കാണിച്ച് ഒരു പിറ്റേ ദിവസം പോയി വേറെ ഡോക്ടറെ കാണിക്കാം. പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി തന്നെ പോകുന്നത് കത്തിക്കാനാ, അല്ലെങ്കിൽ കുഴിയിലിക്കുക. വീണ്ടും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ ഒരു സ്റ്റേറ്റിനെ മാറ്റുന്നു. ആ ഒരു മനുഷ്യന്റെ സ്റ്റേറ്റിനെ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റുന്ന സ്റ്റേറ്റിലേക്ക് മാറ്റുന്ന സിറ്റുവേഷനിൽ അത് നിയമപരമായ നടപടിയാണ്. അത് ഇറ്റ് ഷുഡ് ബി പ്രൂവ്ഡ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് എന്നാണ് ഓരോ കേസും ഓരോ ക്രൈമും കോടതിയിൽ എത്തിക്കേണ്ടത്. ആ നിയമ നടപടി അതിന്റെ പ്രാധാന്യത്തോടു കൂടി സ്പെഷ്യലൈസ്ഡ് ആളുകൾ തന്നെ ചെയ്യണം. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പൊള്ളാച്ചി നടന്ന അപകടം വളരെ ദൗർഭാഗ്യകരമായ ഒരു അപകടം. ഒരു 10 പേര് മരിച്ചിട്ടുണ്ട്. ഓരോ അപകട മരണങ്ങൾക്കും ഒരു റീകൺസ്ട്രക്ഷൻ ഉണ്ട്, അതിന് ഒരു ഫോറൻസിക് റീകൺസ്ട്രക്ഷൻ ഉണ്ട്. പക്ഷെ അവിടെ ചില മീഡിയാസ് ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ പൊള്ളാച്ചിയുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അവിടെ ഹെൽത്ത് സർവീസിൽ ഡോക്ടർമാരെയാണ് ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നത് ചെയ്യാൻ. 2 ഡോക്ടർമാരെ ESI എന്നങ്ങോട്ട് അവര് ഫോറൻസിക് ഡോക്ടർമാരെ വിളിച്ചിട്ടുണ്ട്. ഒപ്പം കൂടുതൽ കേസുകൾ ചെയ്യാൻ വരുന്ന സാഹചര്യത്തിൽ അവർ ഇൻട്രസ്റ്റ് ചെയ്യുന്നത് സാധാരണ ഡോക്ടർമാരെയാണ്. ഒരു റീകൺസ്ട്രക്ഷനും നടക്കില്ല. മരണകാരണം കിട്ടിയെങ്കിൽ കിട്ടുന്നല്ലാതെ മറ്റു കാര്യങ്ങൾ മരണകാരണം എന്നുള്ളത് ഈ പരിശോധനയുടെ ഒരു നിസാര ഒരു ഫലം മാത്രമാണ്. അതിനേക്കാളും അതിന്റെ എയിം അതുക്കും വളരെ മേലെയാണ്. ടു പ്രൂവ് എ ഫൗൾ പ്ലേ. അതിന് നിരവധി ഘടകങ്ങളുണ്ട്. അതിലേക്ക് എത്തണമെങ്കിൽ ഒരു മെറ്റിക്കുലസ് എക്സാമിനേഷൻ ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് റിക്വയർഡ്. അതാണ് ഇത് ചെയ്യാൻ ഒരു ഫോറൻസിക് ഡോക്ടർ തന്നെ ചെയ്യണമെന്ന് കേരളത്തിലെങ്കിലും ഇതിന് വേണ്ടുന്ന ഒരു നിയമ ഭേദഗതി വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൊടുങ്ങല്ലൂര് ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി മരിച്ച സംഭവത്തിനെ പറ്റി പറഞ്ഞല്ലോ. ഇങ്ങനെ മാനസിക പ്രശ്നം നേരിടുന്ന കുട്ടികൾ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ എന്തെങ്കിലും ചൂഷണങ്ങൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് സാറിന്റെ അനുഭവങ്ങളൊന്ന് പറയാമോ? മാനസികാരോഗ്യ രംഗത്ത് ഉള്ള ചൂഷണങ്ങൾ വളരെ വലുതാണ്. പക്ഷേ അത് പുറത്തേക്ക് വരുന്നില്ല. കാരണം മാനസികാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് നമ്മൾ അറിയപ്പെടുന്ന പല മാനസികാരോഗ്യ കേന്ദ്രങ്ങളും നിയമപരമായി മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ടവയല്ല. ഇപ്പൊ മെന്റൽ ഹെൽത്ത് ആക്ടിന്റെ ഭാഗമായി മെന്റൽ ഹെൽത്ത് റൂൾസ് 2019 നമ്മളുടെ ഇന്ത്യൻ നിലവിലുണ്ട്. പക്ഷേ ഇന്ന് ചില മതസംഘടനകൾ, ചാരിറ്റി സംഘടനകൾ, വ്യക്തികൾ, ഇവരെല്ലാം വിവിധ പേരുകളിലും മറ്റും ഈ മാനസിക ആരോഗ്യ കേന്ദ്രം എന്ന രീതിയിൽ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. കുറെ വിദേശ ഫണ്ടുകളും സർക്കാരിന്റെ ഫണ്ടുകളും അവർക്ക് ലഭ്യമാകുന്നുണ്ട്. പക്ഷെ അവിടെ താമസിക്കുന്ന അന്തേവാസികൾക്ക് മാനസിക കെയർ കിട്ടുന്നില്ല. അവർ യഥാവിധി അവരുടെ അസുഖങ്ങൾ മനസ്സിലാക്കാനോ ഡോക്ടറുടെ സേവനവും ലഭ്യമാവുന്നില്ല. ആഴ്ചയിൽ 1-2 പ്രാവശ്യം വരുന്ന ഡോക്ടർ അല്ലാതെ, ആ മരുന്ന് റിപ്പീറ്റ് ചെയ്യുന്നതല്ലാതെ
അവരുടെ ആ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ് മനസ്സിലാക്കാനും അതുവഴി ചികിത്സയിൽ മാറ്റം വരുത്താനോ ഈ സ്ഥാപനങ്ങൾ ആരും ശ്രമിക്കുന്നില്ല. ഇത്തരം സ്ഥാപനങ്ങളുടെ ഈ ചൂഷണം കൂടുന്ന അവസരങ്ങളിലാണ് മരണവുമായി ബന്ധപ്പെട്ട് ഒരു ഫോറൻസിക് ഡോക്ടർക്ക് അതിലേക്ക് ഇടപെടാനുള്ള അവസരം കിട്ടുന്നത്. അങ്ങനെ ഒരു അവസരമായിരുന്നു കൊടുങ്ങല്ലൂരുണ്ടായ ഒരു ഡിഫറൻഷ്യലി ഏബിളായ ഒരു ഓട്ടിസ്റ്റിക് കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. കുട്ടി ഓട്ടിസ്റ്റിക്, അതായത് ഡിഫറൻഷ്യലി ഏബിൾ ആയിട്ടുള്ള കുട്ടികളെ, അതിന് നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്. 2016 അവരുടെ റൈറ്റ്സും അവരുടെ സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ്മെന്റ് രീതികളും അവർക്ക് എതിരെ ചെയ്യുന്ന ചൂഷണങ്ങൾക്കുള്ള സെക്ഷൻസും വിധികളും ശിക്ഷകളും ഒക്കെ പറയുന്നുണ്ട്. അത് വെച്ചിട്ട് അത് പ്രകാരമാണ് ഒരു സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നടന്നത് അയാളും അയാളുടെ ഭാര്യയും, നമ്മൾ അറന്നപനല്ല സുഭദ്രയുടെ കാര്യം പറഞ്ഞ പോലെ, രണ്ടുപേരും കൂടിയിട്ട് ഒരു ചാരിറ്റി സൊസൈറ്റി ഉണ്ടാക്കി അവര് കുട്ടികളെ അന്തേവാസികളെ എടുത്തു തുടങ്ങി. അവിടെ ഡോക്ടറുടെ കെയർ ഇല്ല. ഈ രണ്ടായിട്ട് കാണണം. ഈ മാനസിക വൈകല്യം, മാനസിക അസ്വസ്ഥത ഉള്ള ആളുകൾ, മാനസിക രോഗമുള്ള ആളുകളെയും വൈകല്യമുള്ള ആളുകളെയും രണ്ടായിട്ട് കാണണം. ഈ നമ്മൾ പറയുന്ന ബുദ്ധി കുറച്ച് കുറഞ്ഞ കുട്ടികളും അത്തരം കുട്ടികളെയൊന്നും മാനസികാരോഗ്യമില്ലാത്ത ആളുടെ ഒപ്പം താമസിക്കാൻ സാധിക്കില്ല. ഇവർക്ക് ഡിഫറൻഷ്യലി ഏബിൾ ആളുകൾക്ക് ആവശ്യമുള്ളത് അവർക്ക് റീകറൻസ്, അവര് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കാനും അത് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവർക്ക് മാനസിക രോഗമില്ല. മറ്റു കൂട്ടർക്ക് മാനസിക രോഗമുള്ള ആളുകളാണ്. അവര് ഡോക്ടർമാരുടെ ചികിത്സ വേണം, മരുന്നുകളുടെ ചികിത്സ വേണം, എല്ലാം വേണം. ഇവർ രണ്ടുപേരെയും ഒരുമിച്ചിടുന്ന സ്ഥാപനങ്ങൾ കേരളത്തിൽ ഇഷ്ടം പോലെയുണ്ട്. പലതവണ തവനൂര്, നമ്മുടെ കുറ്റിപ്പുറത്ത് തവനൂരില് സർക്കാർ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഒരു മരണം നടന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ സേനയിൽ പോയപ്പോൾ ദൗർഭാഗ്യകരം, കേരളമാണെന്ന് വീണ്ടും നമ്മൾ തല താഴ്ത്തേണ്ടി വരും. ഒട്ടിസം ബാധിച്ചതും മറ്റു മെന്റലി റിട്ടാർഡ് ആളുകളും പക്ക മാനസിക ഷിസോഫ്രീനിയായ ആളുകളെയും ഒരുമിച്ച് താമസിപ്പിച്ചിരിക്കുന്നു. അടിച്ചു കൊന്നിരിക്കുന്നു, ഒരാളെ കടിച്ചു കൊന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുവിധം എല്ലാവർക്കും ലെറ്റർ എഴുതിയിട്ടുണ്ട്. എല്ലാ ജഡ്ജികൾക്കും ഹൈക്കോടതി രജിസ്ട്രാർക്കും നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പിനും ലോ വകുപ്പിനും ഒക്കെ ലെറ്റർ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ ലെറ്റർ എഴുതിയത് മാത്രം അത് അങ്ങനെ തന്നെ, അത് അവിടെ തന്നെ ആ നിലയ്ക്ക് തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തത്. അവിടുത്തെ കെയർ ടേക്കർ ആരെയും സസ്പെൻഡ് ചെയ്തവർ, സൂപ്രണ്ടിനെ ആരും സസ്പെൻഡ് ചെയ്തു. കൂടുതൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അത് നന്നാക്കാൻ ഉള്ളൊരു ശ്രമവും നടന്നിട്ടില്ല. ഇതിനധികം നമ്മുടെ രാമപുരത്തുള്ള പോക്സോ വിക്ടിംസിനെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്, സർക്കാർ സ്ഥാപനം. ഈ പോക്സോ വിക്ടിംസിനെ താമസിപ്പിക്കുന്ന സ്ഥലം, ഈ പോക്സോ വിക്ടിം എന്ന് പറയുന്ന നിങ്ങൾ അറിയണം, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. മാനസിക വളർച്ച ഇല്ലാത്ത കുട്ടികളുണ്ടാവും അതിനുള്ളിൽ, മാനസിക രോഗമുള്ള കുട്ടികളുണ്ടാവും, ഈ സെക്ഷൽ ടോർച്ചർ പ്രകാരം മാനസിക നില തെറ്റിയ കുട്ടികളുണ്ടാവും. അങ്ങനെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തവിടെ. കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പോക്സോ ആയതുകൊണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ആ കുട്ടിക്ക് വേണ്ടിയിരുന്നത് മാനസിക നില തെറ്റിയതിന്റെ ഭാഗമായിട്ടുള്ള ചികിത്സകളായിരുന്നു. സൂയിസൈഡ് ടെൻഡൻസി വരുന്നു കുട്ടിക്ക്. ആ ടെൻഡൻസി ഒഴിവാക്കാൻ ചിലപ്പോൾ മരുന്ന് വേണ്ടി വരും, കൗൺസിലിംഗ് വേണ്ടി വരും, പല രീതിയിലുള്ള കാര്യങ്ങൾ. ടോർച്ചർ അല്ല അതിനുള്ള മറുപടി, അതിനുള്ള മരുന്ന്. അത്തരം കുട്ടികൾ, ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത് വരികയുണ്ടായി. അപ്പൊ ആ ആരോഗ്യരംഗത്ത് ഈ മാനസികാരോഗ്യം ഇപ്പോഴും ആ സ്റ്റിഗ്മ നിലനിൽക്കുന്നു. പ്രത്യേകിച്ചും കുറച്ചും കൂടിയും ഒരു അപ്പർ ക്ലാസ് ഫാമിലിയിലൊന്നും പറയേ വേണ്ട, ഈ സ്റ്റിഗ്മ വളരെ കൂടുതൽ നിലനിൽക്കും. അതിനൊരു വ്യത്യാസം വരേണ്ടതാണ്. നമുക്ക് സമീപ ഭാവിയിൽ അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഫോറൻസിക് ഹെൽത്ത് വോളണ്ടിയേഴ്സ് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരുവിധം കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു പരിഹാരം കണ്ടെത്താമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. പലർക്കും അറിയാൻ സാധ്യമില്ലാത്ത ഒന്നാണ് സൗമ്യ കേസിലെ പ്രതിയായ ഗോവിന്ദചാമി. അദ്ദേഹം ഇപ്പോ ജയിലിൽ ജീവപര്യന്തം തടവിന് കഴിയുന്നത് കൊലപാതകത്തിനല്ല, നേരെ മറിച്ച് ബലാത്സംഗത്തിനാണെന്നുള്ള കാര്യം. ആ കേസിൽ ഗോവിന്ദചാമി എക്സാമിൻ ചെയ്തത് ഡോക്ടറാണ്. ആ അനുഭവത്തെ കുറിച്ചൊന്ന് വിവരിക്കാമോ? വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ അപാലാനന്ദം ജനങ്ങളും കരഞ്ഞൊരു സംഭവമായിരുന്നു. ഒരു ജോലി കഴിഞ്ഞ് വരുന്ന ഒരു പെൺകുട്ടി ട്രെയിനിൽ ആക്രമിക്കപ്പെടുന്നു. ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് തലയെ അടിച്ച് അതിനെ മരണത്തിന്റെ പാതി വഴിയിൽ വെച്ച് ആ
പെൺകുട്ടിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു, പെൺകുട്ടി മരണത്തിന് കീഴടങ്ങുന്നു. വളരെ സെൻസേഷണലായ ഒരു കേസായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഗോവിന്ദചാമിയെ പോലീസ് പിടിച്ച് എൻ്റെ മുന്നിലോട്ട് പരിശോധിക്കാൻ കൊണ്ടുവരുന്നത്. വളരെ വികൃത രൂപ ആയ ഒരു മനുഷ്യൻ, കുളിച്ചിട്ടും കാലങ്ങളായിട്ടുണ്ടാവും. ആകെ അഴുക്ക് പിടിച്ച് ശരീരമെല്ലാം തുണികളൊക്കെ കീറി മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായ ഒരു ഗോവിന്ദചാമി. സാധാരണഗതിയിൽ ഞാൻ ഒരു പ്രതിയെ പരിശോധിക്കുമ്പോൾ, പ്രതി എന്നല്ല, ഞാൻ പ്രതിയായിട്ട് ഞാൻ വിശേഷിപ്പിക്കാറില്ല. ഡോക്ടറുടെ മുന്നിൽ പേഷ്യൻസേ ഉള്ളൂ, അല്ലെങ്കിൽ ഡോക്ടറുടെ മുന്നിൽ ഒരു ഇപ്പോൾ ഫോറൻസിക് ഡോക്ടറുടെ മുന്നിൽ ഒരു ക്ലയന്റ് എന്നുള്ള നിലയ്ക്ക് മാത്രമേ അവരെ കാണാൻ പാടുള്ളൂ. പോലീസിനെ കാണുമ്പോൾ ഇയാളുടെ ഒരു പ്രതി, പോലീസിന് പ്രതിയാണ്, അത് പ്രതിയാക്കപ്പെട്ട ആളാണെന്ന് എനിക്കും അറിയാം, പ്രതിയാക്കപ്പെട്ട ആളാണെന്ന്. പക്ഷെ ആ ഒരു സ്റ്റാറ്റസ് പ്രതിക്ക് കൊടുത്താൽ നേരത്തെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെയുള്ള ഇമോഷൻസ് ഒക്കെ എന്നെയും ബാധിക്കും. അതുകൊണ്ട് അത് വേറൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഒരു പേഷ്യന്റ് ഒരു ക്രൈം ചെയ്തു വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ അതിനെ അപ്രോച്ച് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പോലീസിനോട് പറഞ്ഞു, നിങ്ങൾ പുറത്തേക്ക് നിൽക്കുക, എൻ്റെ അടുത്ത് ഒരു ലാബ് ടെക്നീഷ്യൻ ഉണ്ടാവും, എൻ്റെ 2 PGs ഉണ്ടാവും, ഗോവിന്ദചാമിയും പോലീസിനോട് മുഴുവനും റൂമിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഞാൻ റൂമിൻ്റെ പുറത്ത് തന്നെ കുറച്ച് അകറ്റി നിർത്താനാണ് പതിവ്. പക്ഷെ അവരെ കാണുമ്പോൾ സാധാരണ ഈ കാക്കി കാണുമ്പോൾ ഇവർക്കൊരു പേടി തോന്നും. എനിക്ക് ഒരു പ്രതിയോട് അയാൾ സംസാരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് സംസാരിക്കണം എന്നുള്ള ഒരു ആശയമാണ് എൻ്റെ പഠിപ്പിച്ച ആളുകൾ തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനത് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി പോലീസിനോട് പുറത്തു പോയത്. പക്ഷേ ഈ ഗോവിന്ദചാമി ആയതുകൊണ്ട് ഇവൻ എന്ത് വൃത്തികേടും ചെയ്യുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഞാൻ പോലീസിനോട് നിങ്ങൾ റൂമിന് പുറത്തുണ്ടായിക്കോളാൻ പറഞ്ഞു. ഇറങ്ങി ഓടിയാലും പണിയാണല്ലോ. അപ്പോൾ ഗോവിന്ദചാമിനെ പരിശോധിക്കുമ്പോൾ ഞാൻ അയാളോട് സാധാരണഗതിയിൽ ചോദിക്കുന്ന എന്താ സംഭവിച്ച കാര്യങ്ങൾ മുഴുവനും വിവരിക്കാൻ ആവശ്യപ്പെട്ടു. അയാൾക്ക് തമിഴും മലയാളവും രണ്ടും കലർന്ന ഭാഷയിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു. അത് പറഞ്ഞു മുഴുവനും പബ്ലിക്കിനോട് ഒരു മീഡിയയിലിരുന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത്രത്തോളം ഡീപ്പിലേക്ക് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ഞാനതെല്ലാം എഴുതി കോടതിക്ക് കൊടുത്തു. കീഴ്ക്കോടതി എഴുതി കൊടുത്തത് മുഴുവനും ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനായിട്ടത് നമ്മളെ കീഴ്ക്കോടതിയും ഹൈക്കോടതിയും അത് അംഗീകരിക്കുകയും ചെയ്തു. അതൊരു കാഷ്വൽ ടോക്കായിരുന്നു. ഒരിക്കലും അയാൾക്ക് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഭയങ്കര ഫ്രീ ആയിരുന്നു. അദ്ദേഹം ഒരുവിധം മദ്യവും അയാളെ ശരീരത്തിൽ ഉണ്ടായിരുന്നു ആ സമയത്ത്. അയാൾ പറയുന്നത് മുഴുവൻ ആൽക്കഹോൾ എപ്പോഴും സത്യമേ പറയൂ എന്നൊരു ചൊല്ലും കൂടിയുണ്ട്. അത് അദ്ദേഹം ആൽക്കഹോളിന്റെ അത് കൺസ്യൂം ചെയ്തിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിടിക്കുന്ന സമയത്ത് പിടിച്ചപ്പോൾ തന്നെ പോലീസിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് മുഴുവൻ ഞാൻ എഴുതി വെച്ച് കോടതിയെ അറിയിക്കുകയും ചെയ്തു. അയാൾ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ലാബ് ടെക്നീഷ്യനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുമോ, അവരുടെ ബ്ലഡ് ഡ്രോ ചെയ്യാൻ പറഞ്ഞു. ആ സ്ത്രീ കയ്യിൽ തൊട്ടപ്പം മുതൽ ഹി ഹാഡ് ഇറക്ഷൻ. ലൈംഗിക ആസക്തി വളരെ കൂടുതലുള്ള ഒരു ഇനം ആയിട്ടാണ് എനിക്ക് ഗോവിന്ദസ്വാമിനെ അന്ന് മനസ്സിലായത്. അതും ഞാൻ റെക്കോർഡ് ചെയ്തെന്ന് വെച്ചാൽ എഴുതി വെച്ചു. ഇതെല്ലാം കോടതിയിൽ ഫലപ്രദമായി ക്രോസിനെ അവഗണിച്ചുകൊണ്ട് ശക്തമായി കോടതിയെ ബോധിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. ഒപ്പം സൗമ്യയിൽ നിന്ന് കിട്ടിയ തെളിവുകളും സഹായകരമായി. ഇവൻ ഡെപ്പോസിറ്റ് ചെയ്ത സെമൻ സൗമ്യയിൽ നിന്ന് കണ്ടെത്തുകയും DNA നടത്തുകയും അത് പ്രൂവ് ചെയ്യുകയും റേപ്പ് ചെയ്തു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു. സാധാരണഗതിയിൽ ഡബിൾ നെഗറ്റീവിൽ കൊടുക്കുന്ന ഒരു ഒപ്പീനിയൻ ഞാൻ പോസിറ്റീവ് ഒരു ഒപ്പീനിയൻ കൊടുത്തു. അയാൾക്ക് അതിന് സാധിക്കും. ഒറ്റക്കൈനാണ്, അതും എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു. ഒറ്റക്കൈന ഒരാൾ എങ്ങനെ കല്ലെടുത്തടിക്കുന്നു, എങ്ങനെ ഈ ലേഡിയെ പൊക്കുന്നു. ഒറ്റക്കൈനാണെങ്കിലും ഹി ഹാഡ് പവർ ടു ദാറ്റ് ലിംബ്. അയാൾക്ക് ആ പൊക്കാനുള്ളൊരു അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി ഒരു ബലം പിടിച്ച് മുകളിലേക്ക് പൊക്കാൻ പോലും സാധിക്കുന്ന രീതിയിൽ അയാൾ ട്രെയിൻഡ് ആണ്. അയാൾ ഈ ഓടിപ്പോകുന്ന ട്രെയിനിൽ ഓടിക്കയറാനും ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങാനും ഒക്കെ അയാൾ ട്രെയിൻഡ് മനുഷ്യനാണ്. അതുകൊണ്ട് ഹി കുഡ് ഇന്ന് പ്രൂവ് ചെയ്യാൻ, ഈ ചെയ്ത പ്രവർത്തികളെല്ലാം അയാൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നും പ്രൂവ് ചെയ്യാൻ സാധിച്ചതിൻ്റെ ബലമാണ് ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയട്ടെ
ഇന്നത്തെ ഗോവിന്ദചാമിയുടെ ജയിൽവാസം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, അയാളെ പോലെ ഒരാളെ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടുള്ള സംഭവം. അയാൾ ആ ജീവനാന്തകാലം ജയിലിൽ കിടക്കാൻ അർഹതപ്പെട്ട ഒരാളാണ്. ദൃശ്യം 3യുടെ ക്ലൈമാക്സ് സാറിന്റെ കയ്യിലുണ്ടോ? ജിത്തു എന്റെ നല്ല സുഹൃത്താണ്. ഇന്ന് ദൃശ്യം സിനിമയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് നടക്കുന്നത്. ജിത്തു എന്നോടുമായി സംസാരിച്ചിട്ട് തന്നെയാണ് അത്തരം ഒരു സ്ക്രിപ്റ്റിൽ വേണ്ട മാറ്റങ്ങൾ. ഇപ്പോൾ ഡേ ടൈമിൽ മാത്രം പോലീസിന്റെ ഒരു ലൈസൻസിന്റെ സാന്നിധ്യം മോർച്ചയിലുള്ളൂ. രാത്രി സമയങ്ങളിലും എല്ലാം വേണ്ടുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് തന്നെയാണ്. ബ്രോഡ് ഡെഡ് കേസുകളിലുള്ള പോസ്റ്റ്മോർട്ടം. ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഡോക്ടർക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടാവും. കൂടത്തായ കേസ് കേരളത്തിൽ നടക്കുന്ന ഭൂരിഭാഗം ഈ അൺറിലേറ്റഡ് ഡോണറും നടക്കുന്ന ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അൺറിലേറ്റഡ് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന ഹോസ്പിറ്റലുകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീം തന്നെയുണ്ട്. അതിൽ ഇതുമായി ബന്ധപ്പെട്ട മാഫിയയും ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. ഈ ഭർത്താക്കന്മാർ നിർബന്ധിച്ചിട്ടാവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒത്തിരി സ്ത്രീകൾ റീനൽ ട്രാൻസ്പ്ലാന്റേഷന്റെ കമ്മിറ്റിയുടെ മുന്നിൽ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നൈറ്റ് പോസ്റ്റ്മോർട്ടം പോപ്പുലർ ആക്കിയത്, സജീവമാക്കിയത് ഡോക്ടറാണെന്ന് കേട്ടിട്ടുണ്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലല്ല, കേരളത്തില് രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത് ഞാനാണ്. അപ്പോൾ ഒരു മർഡർ മറച്ചു വെക്കാൻ, ഒരു കൊലപാതകം മറച്ചു വെക്കാൻ, ഇതിനുള്ളിൽ ബോഡി ഉപേക്ഷിക്കാം കൊണ്ടുവന്ന് ആരും വിചാരിച്ചില്ല അത് ഹ്യൂമൻ സ്കള്ളായിരിക്കുമെന്ന്. അവിടെ മാവോയിസ്റ്റിന്റെ സാന്നിധ്യം പറയപ്പെടുന്നുണ്ട്, വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പറയപ്പെടുന്ന ഒരു കാട്ട്. ഡോക്ടർ നെഗ്ലിജന്റ് ആണെങ്കിൽ ഏതൊരു ക്രൈമിനെ പോലെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടു നിർത്തണം ഡോക്ടറെ. നമ്മുടെ ഹോസ്പിറ്റലുകൾ ഇപ്പോൾ കേരളത്തിലും ഒക്കെ മറ്റും കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളുടെ ഒരു ബിസിനസ്സായി മാറിയിരിക്കുന്നു. അപ്പോൾ അതിന് ചെലവ് ആരെ വഹിക്കുന്നത്? ഇൻഷുറൻസ് കമ്പനിക്കാരും. അതില്ലാത്ത ആളുകൾ വീട് വിറ്റും സ്ഥലം വിറ്റും സാമഗ്രികൾ വിറ്റിട്ടും കാശ് കണ്ടെത്തും. ഒരു ട്യൂബ്, ഈ റയൽസ് ട്യൂബ് സിസ്റ്റർമാർ ഇട്ടത് 4 കൈയും കാലും പിടിച്ചിട്ടാണ്. പക്ഷെ ആ ട്യൂബ് പോയത് സ്റ്റൊമക്കിലേക്കല്ല, മറിച്ച് ഹൃദയത്തിലേക്ക് എത്തി.